ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഞാനിന്ന് മൂവാറ്റുപുഴയിലാണ്. ഇവിടെ ഒരു ദൈവദാസനെ കാണുവാനായിട്ട് വന്നതാണ്. ഇന്ന് ഈ പ്രിയ ദൈവദാസൻ്റെ അനുഭവ സാക്ഷ്യം നമുക്ക് കേൾക്കാം. പാസ്റ്ററെ, ഗോസ്പൽ TV UP എന്ന ഈ ചാനലിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. പാസ്റ്ററുടെ വിലപ്പെട്ട സമയം ഈ ചാനലിന് വേണ്ടി ചെലവഴിക്കുന്നുള്ള നന്ദി അറിയിക്കുന്നു. പാസ്റ്റർ സ്വയമായിട്ടൊന്ന് പരിചയപ്പെടുത്താമോ? പാസ്റ്ററുടെ പേര്, ഇപ്പോഴെവിടെ താമസിക്കുന്നു, വീട്ടിൽ ആരൊക്കെയുണ്ട്, ഏത് സഭയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു, ഇതിനെക്കുറിച്ചൊന്ന് പറയാമോ? തീർച്ചയായിട്ടും. ഇങ്ങനെ ഒരു അഭിമുഖം പ്രിയ ദേവദാസോട് ഒരുമിച്ച് ലഭിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. എൻ്റെ പേര് രാജൻ സെബാസ്റ്റ്യൻ എന്നാണ്. രാജൻ എന്നാണ്. എൻ്റെ സ്വദേശം അങ്കമാലിക്കടുത്ത വേങ്ങൂരാണ് ഞാൻ ജനിച്ചതും വളർന്നതൊക്കെ. ഇപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു 20 വർഷമായിട്ട് മൂവാറ്റുപുഴയ്ക്കടുത്തുള്ള മുടവൂർ എന്നൊരു ഗ്രാമത്തിൽ 20 വർഷത്തോളമായിട്ട് കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. എനിക്ക് 3 മക്കളുണ്ട്. ഒരു മോളും 2 മോനും. 3 പേരുടെയും വിവാഹം കഴിഞ്ഞു. മൂത്തതും മോളാണ്. മോളെ കല്യാണം കഴിച്ചിരിക്കുന്നത് ഒരു പാസ്റ്ററാണ്. ഒരുപക്ഷെ എല്ലാവരും അറിയപ്പെടുന്ന ഒരു ദൈവദാസനും. അദ്ദേഹത്തിന് ഒരു സഭാ ശുശ്രൂഷ ഇല്ലെങ്കിലും രാജേഷ് പെരുമ്പാവൂർ എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന് 3 മക്കളുണ്ട്. മൂത്ത മകൻ +2 കഴിഞ്ഞ് ഒരു ഡിഗ്രി കോഴ്സ് ഇപ്പോൾ കംപ്ലീറ്റ് ആവാനായിട്ട് നിൽക്കുന്നു. അതിൽ താഴെയുള്ള മോള് ഒരു 2 പെൺപിള്ളേരുണ്ട്. പാസ്റ്റർ, ജനിച്ച് വളർന്നതും പഠിച്ചതൊക്കെ എവിടെയാണ്? ഞാൻ ജനിച്ചതും വളർന്നതും അങ്കമാലിക്കടുത്തുള്ള വേങ്ങൂരാണ്. പഠിച്ചത് ചെറിയ പ്രായത്തിൽ പഠിച്ച് 4ാം ക്ലാസ് വരെ അടുത്ത ഒരു സ്കൂളിൽ പഠിച്ചു. അതിനുശേഷം കാലടി ബ്രഹ്മാനന്ദോദയം ഹൈസ്കൂളിലാണ് പഠിക്കാനിടയായത്. മാതാപിതാക്കളെ കുറിച്ചൊന്ന് പറയാമോ? അച്ഛൻ, അമ്മ, അവരുടെ ജോലി, സഹോദരങ്ങളെക്കുറിച്ചും ഒന്ന് പറയാമോ? എനിക്ക് അച്ഛനുണ്ട്. ഞാൻ അച്ഛനെന്ന് പറയുന്നതിൻ്റെ കാര്യം, എൻ്റെ പിതാവ് ഒരു നായർ സമുദായ അംഗമായിരുന്നു. ഒരു പട്ടാളത്തിലെ ജോലിക്കാരനായിരുന്നു. അമ്മ ക്രിസ്ത്യാനിയായിരുന്നു. അമ്മ റോമൻ കത്തോലിക്ക വിശ്വാസിയായ ക്രിസ്ത്യാനിയായിരുന്നു. ആ കാലഘട്ടത്തിൽ ഈ ഹൈന്ദവ സമുദായത്തിൻ്റെ മേൽക്കോയ്മയൊക്കെ ഇങ്ങനെ കൊടികുത്ത് വാഴുന്ന ഒരു സമയമാണ്. ഏകദേശം എനിക്കിപ്പോൾ 67 വയസ്സിൻ്റെ അടുത്തുണ്ട്. അന്നൊക്കെ ഇങ്ങനൊരു വിവാഹം നടക്കാമെന്നൊക്കെ പറഞ്ഞാൽ, അച്ഛൻ്റെ തറവാട് ഇത്തിരി പ്രസിദ്ധമായ ഒരു തറവാടാണ്. അഭിമാനം എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ദുരഭിമാനം എന്ന് പറയാം. അതിനൊക്കെ വളരെ പ്രാബല്യത്തിൽ നിൽക്കുന്ന ഒരു കുടുംബം. അപ്പോൾ അതായിരുന്നു അച്ഛൻ. നല്ല ഒരു മദ്യപാനിയും. നന്നായി മദ്യപിച്ചാൽ ആരെയും കൂസില്ല, ആരെയും വകവെക്കത്തില്ല, അങ്ങനത്തെ ഒരു പ്രകൃതം. അച്ഛൻ, അമ്മ റോമൻ കത്തോലിക്ക വിശ്വാസത്തിലായിരുന്നു. ഒരു ദരിദ്ര കുടുംബത്തിലെ അംഗമായിരുന്നു. അവരെ വിവാഹം കഴിച്ചത് മൂലം തന്നെ അച്ഛൻ്റെ വീട്ടിൽ നിന്നൊക്കെ വലിയ ശക്തമായ എതിർപ്പുകളും പലതവണ ഉപദ്രവങ്ങളൊക്കെ ഇതുമൂലം ഏൽക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പം അദ്ദേഹം ഒരു മദ്യപാനി ആയതുകൊണ്ട് തന്നെ രാവിലെ സുബോധത്തോടെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകും. പിന്നെ സുബോധത്തോടെ കാണാൻ കഴിയത്തില്ല. അങ്ങനെ അതുപോലെ കഴിക്കുന്ന ഒരാളായിരുന്നു. അന്നത്തെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ചുറ്റുപാടുകളൊക്കെ എന്ന് പറഞ്ഞാൽ, വേങ്ങൂര് റോഡ് സൈഡിനോട് ചേർന്ന ഒരു സ്ഥലമാണ് ഞങ്ങൾക്കുള്ളത്. അപ്പോൾ ഞങ്ങളുടെ സ്ഥലത്തിൽ നിന്ന് ഞങ്ങൾ കള്ള് ഷാപ്പിനും ചാരായ ഷാപ്പിനും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞങ്ങൾക്ക് ഒരു കച്ചവടമുണ്ട്. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ അനിയൻ തൊട്ടപ്പുറത്ത് അദ്ദേഹത്തിനും സ്ഥലമുണ്ട്, അദ്ദേഹത്തിനും കച്ചവടമുണ്ട്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് വളർന്നു വന്നത്. അപ്പോൾ തികച്ച മദ്യപാനി എന്ന് പറഞ്ഞാൽ തികച്ച മദ്യപാനിയും, ആരെയും കൂസാതെ അവസരം മദ്യപിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇദ്ദേഹത്തിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ ആളുകളുടെ ഉപദ്രവമൊക്കെ ഏൽക്കുന്ന ഒരു അനുഭവം ഒക്കെ ആയിരുന്നു. അമ്മ ഒരു സാധു കുടുംബം. അച്ഛൻ്റെ വീട്ടിലൊക്കെ ജോലിക്കൊക്കെ പോയിക്കൊണ്ടിരുന്നതാണ്. അങ്ങനെയാണ് ഇവർ ആ ഒരു ബന്ധത്തിലേക്ക് വന്നത് തന്നെ. അപ്പോൾ ഞാനങ്ങനെ ജനിച്ചു. ഞാൻ ജനിച്ചതിന് ശേഷം
ഒത്തിരി ഉപദ്രവങ്ങളൊക്കെ പിതാവ് ഏൽക്കേണ്ടി വന്നു. അപ്പോൾ അച്ഛൻ്റെ വീട്ടുകാരും ഉണ്ടാകത്തില്ല, അമ്മയുടെ വീട്ടുകാർക്കും പ്രാപ്തിയില്ല. അങ്ങനെ വന്നപ്പോൾ അദ്ദേഹം ഒരു തീരുമാനമെടുത്തു. അച്ഛൻ്റെ മതത്തിലേക്ക് പോകുന്നതിനേക്കാൾ നല്ലത് അമ്മയുടെ മതത്തോട് ചേർന്ന് ഒരു വെല്ലുവിളിയായിട്ട് ഏറ്റെടുത്ത് അന്ന് ഞാനൊക്കെ ചെറുതായിരിക്കുന്ന സമയത്ത് തന്നെ റോമൻ കത്തോലിക്ക മതം സ്വീകരിച്ചു. അന്നത്തെ ചട്ടമനുസരിച്ച് പള്ളിയിൽ പോയി മാമോദിസ മുങ്ങുക എന്നാണ് അതിന് പറയുന്നത്. മാമോദിസ മുങ്ങി ക്രിസ്ത്യാനിയായിട്ട് കരുണാകരൻ നായർ എന്ന പേര് മാറ്റിയിട്ട് സെബാസ്റ്റ്യൻ എന്നുള്ളൊരു പേരും സ്വീകരിച്ച് ക്രിസ്ത്യാനിയായി തീർന്നു. അതുമൂലം തന്നെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. ഞാൻ ഒറ്റ മോനാണ്. അപ്പം ഈ ഞങ്ങളുടെ ആളുകളുടെ ഇടയിൽ നിന്നൊക്കെ പരിഹാസവും, അന്ന് ക്രിസ്ത്യാനികളായി തീർന്നു കഴിഞ്ഞാൽ പിന്നെ വിളി കേൾക്കുന്ന ഒരു പേരെന്ന് പറഞ്ഞാൽ മാർഗവാസി എന്നാണ് വിളിക്കുന്നത്. അപ്പം ഞങ്ങളുടെ അച്ഛൻ്റെ സഹോദരനും അവരുടെ മക്കളൊക്കെ ഞങ്ങൾ സമപ്രായക്കാരാണ്. അപ്പോൾ അവരൊക്കെ ഞങ്ങളെ വിളിച്ച് പരിഹസിക്കുന്നതാണ് മാർഗവാസികൾ എന്നുള്ള ഒരു വിളിയാണ്. അന്ന് ഈ വിളി കേട്ട് അതിൻ്റെ ആ ഒരു അപകർഷബോധമോ അല്ലെങ്കിൽ ലജ്ജയും മറ്റുള്ളവരെ മുഖത്ത് നോക്കാനുള്ള പ്രയാസം കൊണ്ടൊക്കെ മിക്കവാറും ഞാൻ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഇറങ്ങി പോകത്തില്ല, പുറകോശത്തോടെ ഇറങ്ങിപ്പോകും. അങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ ആ കാലഘട്ടത്തിൽ എൻ്റെ വളർച്ച. പക്ഷെ പിന്നീട് വിശ്വാസത്തിലൊക്കെ വന്ന് പിന്നീട് ഒത്തിരി വർഷങ്ങൾക്ക് ശേഷമാണ്, എൻ്റെ 38-ാമത്തെ വയസ്സിലാണ് ഞാൻ ഈ വിശ്വാസമാർഗം കണ്ടെത്തുന്നത്. അതിന് തന്നെ 2-3 ഘട്ടങ്ങളുണ്ട്. അപ്പോൾ വിശ്വാസത്തിൽ വന്നതിന് ശേഷമാണ് ഈ മാർഗവാസി എന്നുള്ള വിളിയിൽ അതിലൊരു അഭിമാനം തോന്നുന്നുണ്ട് ഇപ്പോൾ. അതിൻ്റെ കാരണം ചെറുപ്പത്തിലെ പഠനമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എന്തു ജോലിയായി ചെയ്തുകൊണ്ടിരുന്നത്? ജോലി എന്ന് പറഞ്ഞാൽ ഞാൻ ഈ അച്ഛൻ്റെ ഈ സാഹചര്യം, അച്ഛൻ നേരത്തെ മരിച്ചു. എനിക്ക് 18 വയസ്സുള്ളപ്പോൾ തന്നെ അച്ഛൻ മരിച്ചു. പിന്നെ അമ്മ ഞങ്ങൾ റോഡിൻ്റെ സൈഡിൽ തന്നെ ഞങ്ങളുടെ ഒരു വീടെന്ന് പറയാൻ പറ്റില്ല, ഒരു ലൈൻ കെട്ടണം പോലത്തെ ഒരു സംവിധാനമാണ്. അതിൻ്റെ ഫ്രണ്ട് മുഴുവൻ വാടകയ്ക്ക് കൊടുത്തിരുന്നു ബിസിനസ് സ്ഥാപനങ്ങളാണ്. ചെറുതരം ബിസിനസ്സിന് വേണ്ടിയിട്ട് കൊടുത്തിരുന്നു. കള്ള് ഷാപ്പുണ്ട്, ചാരായ ഷാപ്പുണ്ട്, ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ എന്ത് ജോലിക്കും ഞാൻ പോകും. പിന്നീട് കുറച്ച് പ്രായമായ സമയത്ത് ഞങ്ങളവിടെ ബിസിനസ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളവിടെ ചായക്കട നടത്തിയിട്ടുണ്ട്. ഈ ഷാപ്പിനോട് ചേർന്ന് പിന്നെ കറികളുടെ ബിസിനസ് ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ അങ്കമാലി ടൗണിൽ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരു തൊഴിലിലേക്ക് മാറി. പിന്നെ പാചകം നന്നായിട്ട് അറിയാം. പിന്നെ ഈ കല്യാണ സദ്യകൾക്ക് ഇന്നുള്ള രീതിയിലുള്ള പാചകമല്ല, ഇന്നൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കിയിട്ട് അവിടെ കൊണ്ടുപോയി വിളമ്പുന്ന സംവിധാനമാണല്ലോ. അന്നൊക്കെ ഒരു ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ വീട്ടുകാർ അവർ നമ്മളെ വിളിക്കുന്ന സമയത്ത് നമ്മൾ പോയി അവിടെ അതിൻ്റെ ലിസ്റ്റുകളെല്ലാം എഴുതി കൊടുത്ത് സാധനങ്ങളെല്ലാം അവരെ കൊണ്ട് വാങ്ങിപ്പിച്ചിട്ട് ഞങ്ങൾ കുറച്ച് പേര് ചെന്ന് അധ്വാനിച്ച് ഞങ്ങൾ ജോലി ചെയ്ത് കൊടുക്കുന്ന ഒരു സംവിധാനമൊക്കെ ആയിരുന്നു. ഫാസ്റ്റർ, ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരാനും ഒരു പെന്തക്കോസ്ത് വിശ്വാസിയായി തീരാനുമുള്ള ഒരു ചരിത്രം എന്താണ്? രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരിക എന്ന് പറഞ്ഞാൽ ഞാനത് വാസ്തവത്തിൽ ഈ പെന്തക്കോസ്തുകാരെ ഏറ്റവും കൂടുതൽ വെറുത്തിരുന്ന ഒരാളാണ് ഞാൻ. പെന്തക്കോസ്തുകാരെന്ന് പറയുമ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇവർ മനുഷ്യരെ പറ്റിക്കാനും ഭക്ഷണം കഴിക്കാനും ഒക്കെ വേണ്ടി മാത്രം നടക്കുന്ന ഒരു തട്ടിപ്പുകാരാണ് എന്നുള്ളതാണ് എൻ്റെ അവരെക്കുറിച്ചുള്ളൊരു കൺസെപ്റ്റായിരുന്നത്. അപ്പം ദൈവത്തിൻ്റെ പദ്ധതികളുണ്ടല്ലോ, ഞാനങ്ങനെ. പക്ഷെ ഞങ്ങൾ ഈ ക്രിസ്തു മതത്തിലായി തീർന്നെങ്കിലും, റോമൻ കത്തോലിക്ക മതത്തിൽ എൻ്റെ പിതാവ് അങ്ങനെ ആയി തീർന്നുവെങ്കിലും അദ്ദേഹം അങ്ങനെ പള്ളിയിലൊന്നും പോയിട്ടില്ല. മറ്റേ ഞങ്ങളാരും അങ്ങനെ പള്ളിയിൽ പോകില്ല. വല്ല പെരുന്നാളോ അങ്ങനെയുള്ള പ്രത്യേക ദിവസങ്ങളിലൊക്കെയാണ് പള്ളിയിൽ പോകുന്നത്. കാരണം പള്ളിയിൽ അങ്ങനെ പോകാനുള്ള സാഹചര്യങ്ങളും താല്പര്യങ്ങളും ഇല്ല. എങ്കിൽ കൂടിയും ഞങ്ങൾ ക്രിസ്ത്യാനികളായി തീർന്നു കഴിഞ്ഞപ്പോൾ ഒരു ബൈബിള് കിട്ടി. അപ്പം ചെറുപ്പം മുതൽ തന്നെ എന്ത് കിട്ടിക്കഴിഞ്ഞാലും വായിക്കുന്ന ഒരു ശീലം എനിക്കുണ്ട്. ഏതൊരു കടലാസ് കിട്ടിക്കഴിഞ്ഞാലും ഞാനത് വായിക്കും. അങ്ങനത്തെ ഒരു ശീലമായിരുന്നു. അപ്പോൾ ഈ ബൈബിള് അന്ന് POCയുടെ ബൈബിളാണ്. 73 പുസ്തകങ്ങൾ അടങ്ങുന്ന വലിയ ബൈൻഡ് ചെയ്ത വലിയൊരു പുസ്തകമാണ്. ആ പുസ്തകത്തിലെ 73 പുസ്തകങ്ങളും ഞാൻ ഏകദേശം ഒരു 2-3 തവണയെങ്കിലും വായിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ആത്മീയ അർത്ഥങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല, പക്ഷേ അതിങ്ങനെ വായിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ഈ സുവിശേഷമായിട്ടൊക്കെ ആരെങ്കിലും സഹോദരിമാരൊക്കെ വന്നു കഴിഞ്ഞാൽ അവരെ വിളിച്ചിരുത്തി അവരോട് ചോദ്യങ്ങളൊക്കെ ചോദിച്ച് അവർ ഉത്തരം മുട്ടിക്കും. അവരങ്ങനെ ഇറങ്ങി അങ്ങ് പോകുന്ന ഒരു രീതിയൊക്കെ ആയിരുന്നു. അങ്ങനെ മുന്നോട്ട് പോന്നു. അച്ഛൻ മരിച്ചതിന് ശേഷം പിന്നെ ഞാനും നല്ലൊരു മദ്യപാനിയായിട്ട് മാറി. കൂട്ടുകെട്ടും, കാരണം ചോദിക്കാനും നിയന്ത്രിക്കാനും ആരുമില്ല.
കിട്ടുന്ന പൈസ കൂട്ടുകൂടുക, മദ്യപിച്ച് ബോധമില്ലാതായി കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും തലവേദനയായിരുന്നൊരു വ്യക്തിത്വമായിരുന്നു ഞാൻ. വീട്ടിലും നാട്ടിലും പോലീസുകാർക്കൊക്കെ തലവേദനയായിട്ട് ജീവിച്ച ഒരു കാലഘട്ടമുണ്ട്. നന്നായി പുകവലിക്കുമായിരുന്നു. ഈ പുകവലി മൂലമാണോ എന്തോ അറിയത്തില്ല, കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എൻ്റെ കാലിൽ ഒരു അസുഖം വന്നു. ഈ അസുഖം വന്ന ഒരു മുറിവ് വന്നാൽ അത് ഉണങ്ങത്തില്ല. അത് ഇങ്ങനെ വലുതായി അഴിഞ്ഞ് അത് വലുതായി വരും, ആഴത്തിലേക്ക് വരും. അങ്ങനെ കാലിലെ മുറിവൊക്കെ വന്ന് കഴിഞ്ഞപ്പോൾ ഇത് ചികിത്സിച്ചിട്ട് പല ചികിത്സകൾ നടത്തി, ഒന്നിനും ഭേദമാകുന്നില്ല. ഡോക്ടർമാർ അതിന് പറഞ്ഞ പേര് റൈനോൾഡ് ഡിസീസ് എന്നൊരു പേരാണ് പറഞ്ഞത്. അപ്പോൾ അത് ഈ പുകവലിയിൽ നിന്ന് നിക്കോട്ടിൻ്റെ ഉപയോഗം മൂലം ഉണ്ടായതാണ് എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. അപ്പോൾ ഇതിന് ചികിത്സിക്കാൻ ഞങ്ങൾ ഒത്തിരി ചികിത്സകളെല്ലാം ചെയ്തു. പക്ഷേ ഈ കാലിൻ്റെ മുട്ടിന് കീഴ്പോട്ട് രക്തം ഓടുന്നില്ല. അപ്പോൾ അത് മൂലം നമ്മളുടെ കാലിൽ എവിടെയെങ്കിലും നമ്മൾ ഒരു ചെറിയ മണൽത്തരി കയറിയിരുന്ന ഒരു മുറിവുണ്ടായാൽ പോലും അതങ്ങനെ അഴുകി വലുതായി പോകുന്നതല്ലാതെ ഇതിനൊരു കുറവ് വരുത്തില്ല. ഇങ്ങനത്തെ ഒരു അസുഖമായിരുന്നു. ഒത്തിരി നാളുകൾ എല്ലാ ചികിത്സകളും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് മാറ്റിയെടുക്കണം എന്നൊരു ചിന്ത വന്നു. അങ്ങനെ ആലുവ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഞങ്ങൾ ചെന്ന് അഡ്മിറ്റായി. അവിടെ ചികിത്സയിലായിരിക്കുന്ന സമയത്ത് അവിടുത്തെ ഒരു ഡോക്ടർ, ഒരു ജീവൻ അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹം പറഞ്ഞു, ഈ വിരൽ തൽക്കാലം ഈ തന്തവിരൽ കാലിൻ്റെ, അത് എൻ്റെ ഇടത് കാലിൻ്റെ തന്തവിരൽ, കാലിലാണ് അസുഖം ഉണ്ടാകുന്നത്, ആ വിരലങ്ങ് മുറിച്ച് കളഞ്ഞാൽ അവിടെ വെച്ച പഴുപ്പ് അവസാനിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ശരിക്കും ആ വിരൽ മുറിക്കാനുള്ള തീരുമാനമെടുത്ത് അങ്ങനെ നിൽക്കുന്ന സമയത്ത് 1998 ജൂലൈ മാസം 12-ാം തീയതി മുരുങ്ങൂർ ഉള്ള ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ഒരു ധ്യാനം നടക്കുന്നുണ്ട്. അതൊരു സൗജന്യ ധ്യാനമായിരുന്നു, പൈസ വേണ്ട. അന്ന് ആ സമയത്ത് അങ്ങോട്ട് 140 രൂപയാണ് ഒരാഴ്ച ധ്യാനത്തിന് ഉള്ള പൈസ എങ്കിൽ കൂടിയും അന്നൊക്കെ വളരെ പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന സമയമാണ്. അപ്പോൾ ഈ സൗജന്യ ധ്യാനം എന്ന് കേട്ടപ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു തോന്നൽ വന്നു, ഞാൻ നന്നായി മദ്യപിക്കും, പുകവലിക്കും. അപ്പോൾ ഈ മദ്യപാനത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും നിർത്തണം, ഇതൊക്കെ ഒന്ന് നിർത്തണം. അപ്പോൾ നമ്മൾ ധ്യാനത്തിന് പോയി ഒരു പുതിയ മനുഷ്യനായിട്ട് തിരികെ വരാം, എന്തായാലും വിരൽ മുറിക്കണമല്ലോ. അപ്പം അവിടെ ചെന്നിട്ട് ഒരു ദൈവിക ഒരു ഇടപെടലുണ്ടായാൽ, അതെന്ന് വെച്ചാൽ അങ്ങനെ കൂടുതൽ ആഴമായിട്ടൊന്നും അറിഞ്ഞിട്ടില്ല, പലരും പറയുന്നു അവിടെ സൗഖ്യങ്ങളൊക്കെ നടക്കുന്നു എന്നുള്ളൊരു വാർത്ത കേട്ടിട്ട് അങ്ങനെ ആ ധ്യാനത്തിന് അവിടെ കടന്നുപോയി. ആ ധ്യാനത്തിന് അവിടെ കടന്നുപോയി ഒരാഴ്ച അവിടെ ഇരുന്നു. ആ ധ്യാനത്തിൽ കൂടി രണ്ടാമത് അന്ന് കൗൺസിലിംഗ് നടത്തുന്ന സമയത്ത്, അന്ന് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ഇന്ന് ഈ കൗൺസിലിംഗ് ചെയ്യുന്ന കുറച്ച് പേരെ ഇങ്ങനെ കൂടിയിരുത്തി കൗൺസിലിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ കൗൺസിലറായിരുന്ന അദ്ദേഹം ചോദിച്ചു, മദ്യപാനം, ഞങ്ങൾ കുറേ എല്ലാം മദ്യപാനികളായിരിക്കുന്നത്, ഏകദേശം ഒരു 10-ലധികം പേരുണ്ട്. റൗണ്ടായിട്ട് ഇരുത്തിയിട്ട് അദ്ദേഹം ഇങ്ങനെ ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിച്ചാൽ ഞങ്ങൾ കൗൺസിൽ ചെയ്തുകൊണ്ടിരിക്കുക. അദ്ദേഹം ചോദിച്ചു, മദ്യപാനം നിർത്തണമെന്ന് താല്പര്യമുള്ള എത്ര പേരുണ്ട്? അപ്പോൾ ഞങ്ങളാ ഇരുന്നതിൽ ഞങ്ങൾ 2-3 പേര് കരമുയർത്തി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങനെയെങ്കിൽ ഒരാഴ്ച കൂടെ ഇവിടെ നിൽക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാനത് നിൽക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യത്തെ ആഴ്ചയിൽ നിന്ന സമയത്ത് ഞാനും എൻ്റെ ഭാര്യയും ഞങ്ങൾ 2 പേരും കൂടിയാണ് പോയത്. അന്ന് ഞങ്ങൾക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്, 3 ചെറിയ കുഞ്ഞുങ്ങളാണ്. അവരെ മറ്റൊരു വീട്ടിൽ ആക്കിയിട്ടാണ് ഞങ്ങൾ പോയത്. അപ്പം ഞാൻ ഇവളോട് പറഞ്ഞു, നീ പോയിക്കോ, ഇങ്ങനെ ഒരു കൗൺസിലർ പറഞ്ഞിട്ടുണ്ട്, ഒരാഴ്ച കൂടെ ഇവിടെ നിന്നാൽ മദ്യപാനമൊക്കെ മാറിയിട്ട് പോകാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഇവിടെ പറഞ്ഞു വിട്ട് ഞാനും വീണ്ടും ഒരാഴ്ച കൂടെ അവിടെ നിന്നു. അങ്ങനെ നിന്നു. അപ്പോൾ പിന്നീട് അവിടെ എൻ്റെ അവിടെ നമുക്കൊരു കാർഡുണ്ട്, നമ്മളുടെ ഒരു ബാഡ്ജ്. ആ ബാഡ്ജ് മാറ്റിയിട്ട് റെഡിങ് കൊണ്ട് ഡി എന്ന് ഒരു മാർക്ക് ചെയ്ത ഒരു കാർഡ് ഇട്ട് തന്നു. പിറ്റേ സ്ഥലത്തേക്ക് നമ്മളെ മാറ്റി, കിടപ്പും ഭക്ഷണമൊക്കെ അങ്ങോട്ട് ആ രീതിയിലേക്ക് മാറ്റി അവിടെ മീറ്റിംഗ് നടക്കുന്ന സ്റ്റേജിൻ്റെ വലതുഭാഗത്ത് ഒരു പ്രത്യേക സ്ഥലമുണ്ട്, അവിടെ കൊണ്ടുവന്നിരുത്തും. ചുറ്റും ആളുകൾ നിൽക്കും. മൂത്രമൊഴിക്കാൻ പോകണമെങ്കിൽ പോലും അവരാരെങ്കിലും കൂടെ വരും. അങ്ങനത്തെ അവർ ഡി എന്ന് പറഞ്ഞാൽ ഈ ഡ്രഗ് അഡിക്റ്റിനായിട്ട് ഒരു സെക്ഷനിലേക്കാണ് പിന്നീട് 2-ാമത്തെ ആഴ്ചയിൽ എന്നെ മാറ്റിയത്. അങ്ങനെ അവിടെ നിന്നു. അവിടെ അങ്ങനെ നിൽക്കുന്ന സമയത്ത് അവിടുത്തെ ചില രീതികൾ കണ്ടപ്പോൾ അതിനോട് പ്രതികരിക്കേണ്ടതായിട്ട് വന്നു. പ്രതികരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മദ്യപാനികൾ വാസ്തവത്തിൽ അത് മദ്യത്തിന് അഡിക്റ്റായി പോകുന്നത്, അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ അത് മനഃപൂർവ്വമല്ല, അവരങ്ങനെ ആയിക്കഴിഞ്ഞാൽ അതൊരു മാനസികമായ ഒരു രോഗം പോലെയുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഒരുത്തൻ ശരിക്കും മദ്യപിച്ച് വരിക. അപ്പോൾ അവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരാഴ്ച ധ്യാനമാണ്. അന്ന് അവിടുത്തെ ശ്രേഷ്ഠന്മാരായ പുരോഹിതന്മാരൊക്കെ ഉണ്ട്, മാത്യു നാക്കിൻപറമ്പിൽ അച്ഛൻ, അതുപോലെ
ആൻ്റണി പനക്കിലച്ചനൊക്കെ അവർ നല്ല ആൾക്കാരവർ, അവർ നല്ല പെരുമാറ്റം, നല്ല കാര്യങ്ങളൊക്കെ അവർ ഒത്തിരി ആളുകൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നല്ല കാര്യങ്ങളൊന്നും നമുക്ക് പറയാതിരിക്കാൻ വയ്യ. പക്ഷെ മറ്റു ചില കാര്യങ്ങളൊക്കെ കൂടെ അതിൻ്റെ അകത്ത് അവരുടെ അണ്ടറിലല്ലാതെ ഒക്കെ ഉണ്ടെന്നുള്ളതാണ് അവിടുത്തെ മറ്റൊരു കാര്യം. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ മദ്യപിക്കാൻ പറ്റത്തില്ല. പലരും ആളുകളെ നിർബന്ധിച്ച് ആ കാലഘട്ടത്തിൽ ധ്യാനകേന്ദ്രത്തിലേക്ക് വിടും. നീ ഒന്ന് പോയി ഒരാഴ്ച ധ്യാനം കൂട് എന്നുള്ള അവസ്ഥയിൽ. അങ്ങനെ നിർബന്ധിച്ച് വിടുമ്പോൾ ചിലപ്പോൾ ഇടവകയിലെ അച്ഛന്മാരൊക്കെ പൈസ കൊടുത്തായിരിക്കും ഇവരയക്കുന്നത്. അപ്പോൾ ഈ അന്നും കൂടെ മദ്യപിച്ചിട്ട് പോകാമെന്ന് തീരുമാനിക്കും. അപ്പോൾ ഇവരെ കൊണ്ടുപോകുന്ന ഏതെങ്കിലും വാഹനത്തിലായിരിക്കും കൊണ്ടുപോകുന്നത്. അന്നും കൂടി നന്നായി മദ്യപിച്ചിട്ട് ഇവർ ചെല്ലും. അവിടെ ചെല്ലുമ്പോൾ ഈ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൻ്റെ അകത്ത് ചെല്ലുമ്പോൾ മദ്യപിച്ചിട്ടുണ്ടെന്ന് ആ വ്യക്തിയെക്കുറിച്ച് മനസ്സിലായാൽ ഉടനെ അവർ മാറ്റുന്നത് ഈ ഡി സെക്ഷനിലേക്കാണ്. അവിടെ ചെല്ലുന്ന സമയത്ത് ഇവർ ഭയങ്കരമായിട്ട് ബലം പ്രയോഗിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് പിന്നെ അവിടെ നിൽക്കുന്ന ആളുകൾ ഇവരെ ബലം പ്രയോഗിച്ച് കൊണ്ടുപോയിട്ട് അകത്ത് ചെറിയ സെല്ലുകൾ പോലെയുള്ള സ്ഥലമുണ്ട്, ഇങ്ങനെ നെറ്റൊക്കെ അടിച്ചിട്ട് സെല്ലുകൾ പോലെ, അതിൻ്റെ അകത്തേക്ക് കയറ്റിയിട്ട് ഇവരെ ശരിക്കും ശാരീരികമായിട്ട് ഉപദ്രവിക്കാമെന്ന് വെച്ചാൽ അത് മദ്യപിച്ച് കാണിക്കുന്ന കോപ്രായങ്ങൾ ചിലപ്പോൾ ഉപദ്രവിച്ച് പോകും. അങ്ങനെയാണ് അതിൻ്റെ സ്റ്റേജ്. പക്ഷേ ഒരു വ്യക്തിയെ അവിടെ കൊണ്ടുവന്നിട്ട് അയാളെ ഉപദ്രവിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കത് വലിയ പ്രയാസമായിട്ട് തോന്നി. ഞാനതിന് പ്രതികരിച്ചപ്പം അവർ എൻ്റെ നേരെ കയർത്തു. അപ്പോൾ എനിക്കത് രോഷമായിട്ട് തോന്നി. ഞാൻ പറഞ്ഞു, ഇനി ഞാൻ ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കത്തില്ല എന്ന് ഞാനങ്ങനെ തീരുമാനമെടുത്തു. അങ്ങനെയാണ് അവിടുന്ന് പുറത്ത് കിടക്കുന്നത്. പക്ഷേ ഒരാഴ്ച അവിടെ നിന്ന സമയത്തിനുള്ളിൽ എന്നെ അവിടെ സ്പർശിച്ച ഒരു കാര്യമുണ്ട്. അന്ന് ശരിക്കും അത് അങ്ങനെ ഒരു ധ്യാനത്തിലോ അല്ലെങ്കിൽ ആളുകൾ കൂടുന്നിടത്തൊന്നും പോയിട്ടില്ല. അപ്പോൾ ഈ ധ്യാനത്തിന് അവിടെ നിൽക്കുന്ന സമയത്ത് പലരും എൻ്റെ അടുത്ത് ഇടത്തും വലത്തും മുമ്പിലൊക്കെ നിൽക്കുന്ന ആൾക്കാർ അവർ പറയുന്നു, ഞങ്ങൾ ദർശനം കണ്ടു, കർത്താവിനെ കണ്ടു, മാതാവിനെ കണ്ടു, സുഗന്ധം അനുഭവിച്ചു എന്നൊക്കെ പറഞ്ഞ് അവർ പല രീതിയിലുള്ള പല ഭാഷകളിലൊക്കെ പലതും സംസാരിക്കുകയും അങ്ങനെ തുള്ളുകയും ചാടുകയും ഒച്ച വയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന ഇത് ഞാൻ കാണുന്നുണ്ട്. പക്ഷേ എനിക്ക് അങ്ങനെ ഈ 2 ആഴ്ചയ്ക്കുള്ളിൽ ഒരിക്കൽ പോലും എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. അപ്പം എൻ്റെ ചിന്ത മുഴുവൻ ഞാൻ ഈ നായൊരു മാമോദിസ മുങ്ങി വന്നതുകൊണ്ടാണോ യേശു എൻ്റെ അടുത്ത് വരാത്തത് എന്നൊരു ചിന്തയൊക്കെ എൻ്റെ ഉള്ളിലൂടെ അങ്ങനെ കടന്നുപോയി. അപ്പം ഞാനിങ്ങനെ ഒരു തീരുമാനം പറഞ്ഞു, കർത്താവേ, നീ വാസ്തവമായി ദൈവമാണെങ്കിൽ ഞാനിവിടെ കേട്ടത് അനുസരിച്ച് ഞാൻ വായിച്ചിട്ടുണ്ട് എങ്കിലും ഞാനിവിടെ കേട്ട സത്യമനുസരിച്ച് എല്ലാവരെയും രക്ഷിക്കാൻ പ്രാപ്തിയുള്ള ഒരു ദൈവമാണെങ്കിൽ എന്നോട് വ്യക്തിപരമായിട്ട് ഇടപെട്ടാൽ ഞാൻ വിശ്വസിക്കും എന്നിങ്ങനെ ഒരു തീരുമാനമെടുത്തു. അതിനുശേഷം 1-2 ദിവസങ്ങൾക്ക് ശേഷം ഞാൻ കിടന്നുറങ്ങുന്ന സമയത്ത് ഒരു വലിയ ഒരു പ്രകാശം അത് എൻ്റെ മുറിയിലേക്ക് കടന്നു വരുന്നു. ഞാൻ ഉറക്കത്തിലാണ്, ഞാനിങ്ങനെ കാണുകയാണ്. എൻ്റെ ഒരു വലിയൊരു പ്രകാശം വന്നിട്ട് എൻ്റെ മുമ്പിലിങ്ങനെ നിൽക്കുന്നു. അതിൽ നിന്നുകൊണ്ട് എന്നെ സംസാരിക്കുന്നു, കുഞ്ഞെ, നീ അന്വേഷിക്കുന്ന യേശു ഞാനാണ്, നിന്നെ രക്ഷിപ്പാൻ ഞാൻ പ്രാപ്തനാണ്. ഇങ്ങനെ എന്നോട് സംസാരിക്കുന്നത് പോലെ എനിക്ക് തോന്നി. ഞാനൊരു ഒരു ബ്രഹ്മത്തിൽ ഞാൻ ചാടി എഴുന്നേറ്റ് നോക്കുമ്പോൾ ആരുമില്ല. എൻ്റെ അടുത്ത് കിടന്നുറങ്ങുന്ന 2 പേരല്ലാതെ ഒന്നുമില്ല. അത് സാധാരണ മട്ടിൽ അങ്ങനെ അങ്ങ് തീർന്നു. അതിനുശേഷമാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ അവിടെ നിന്ന് എന്നെ പിന്നെ ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ ഞാൻ അവിടെ നിന്ന് പുറത്തു വന്നു. ഈ സംഭവങ്ങളെല്ലാം അങ്ങനെ അതോടുകൂടെ മാറി. പക്ഷെ അവിടെ വച്ച് എന്തോ ഒരു ചെറിയ ഒരു മാറ്റം എൻ്റെ ഉള്ളിൽ സംഭവിച്ച പോലെ എനിക്ക് തോന്നിയിരുന്നു. ഞാൻ ഈ വിഷമം കൊണ്ട് ഞാൻ മദ്യപാനം മാറാൻ വേണ്ടി നിന്നതാണെങ്കിൽ കൂടിയും വീണ്ടും ഞാൻ അവിടെ നിന്ന് മുരുങ്ങൂരാണ് ഈ സ്ഥലം. ആ മുരുങ്ങൂരിൽ നിന്ന് കയറി അങ്കമാലി ബസ് സ്റ്റാൻഡിൽ വന്ന് ബസ്സിന് ഇറങ്ങിയിട്ട് തൊട്ട് മുമ്പിൽ ഒരു ബാറുണ്ട്. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ശേഷിച്ച മിച്ചം വന്ന പൈസ കൊണ്ട് അവിടെ കയറി നന്നായി കഴിച്ച് താഴെ ഇറങ്ങി വന്ന് അബോധാവസ്ഥയിൽ നിന്ന് ഞാൻ എൻ്റെ ഭാര്യയാണ്, മേരി എന്ന പേര്, അവളെ വിളിച്ചു. ഇവൾ വളരെ സന്തോഷത്തോടു കൂടെ ഓടി വന്നു. ഇപ്പം മദ്യപാനമൊക്കെ നിർത്തി നല്ല സ്വഭാവത്തോടെ ആയിരിക്കും വന്നിരിക്കുന്നത് എന്നുള്ള ധാരണയിൽ ഓടി വന്നപ്പോൾ ഞാൻ ഞാൻ നന്നായി മദ്യപിച്ചിട്ട് നിൽക്കുന്ന കാഴ്ചയാണ് ഇവൾ കാണുന്നത്. അവൾ കരഞ്ഞുകൊണ്ട് വന്നു. ഞങ്ങൾ പിന്നെ ഒരു ഓട്ടോ വിളിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക്, താമസിക്കുന്ന വീട്ടിലേക്ക് 2-3 കിലോമീറ്റർ ഉണ്ട്. ഒരു കൊച്ചു വീട്ടിലാണ് താമസിക്കുന്നത്. പക്ഷേ പോകുന്ന സമയത്ത് ഇതിനു മുമ്പ് വന്ന് സുവിശേഷം പറഞ്ഞ ഒരു സഹോദരിയുടെ വീട് ഞങ്ങൾ പോകുന്ന വഴിക്കുണ്ട്. അപ്പോൾ അവിടെ ഡിവൈനിൽ കേട്ട ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ആരോടെങ്കിലും വല്ല കയ്പോ പകയോ ദേഷ്യമൊക്കെ ഉണ്ടെങ്കിൽ അവരോട് ക്ഷമിക്കണം എന്നുള്ള ആ ഒരു വാർത്ത അങ്ങനെ കേട്ടിരുന്നു. ഈ മദ്യം കൂടി കിടക്കുന്ന സമയത്ത് എനിക്ക് തോന്നി ഈ സഹോദരിയോട് ക്ഷമ ചോദിക്കണം. അങ്ങനെ ഞാൻ ആ സഹോദരിയുടെ വീട്ടിൽ ക്ഷമ ചോദിക്കാൻ വേണ്ടി കയറി ചെന്നു. പക്ഷേ ഞാൻ മദ്യപിച്ചതിൻ്റെ അവസ്ഥ നന്നായി അറിയാവുന്ന സഹോദരി വാതിൽ തുറക്കാതെ അകത്തു നിന്ന് ചോദിച്ചു, എന്താ സഹോദര എന്നിങ്ങനെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, സഹോദരി വാതിൽ തുറക്ക്. ഇല്ല, വാതിൽ തുറക്കില്ല, കാര്യം പറഞ്ഞോ എന്നൊരകത്തു നിന്ന് പറയാം. ആ സഹോദരി ഇന്ന് ഇല്ല, അവർ നിത്യതയിൽ വിശ്രമിക്കുന്നു.
സഹോദരിയുടെ പേര് ലീല എന്നാണ്, കിടങ്ങൂർ ഉള്ളൊരു സഹോദരിയാണ്. അപ്പം ഞാൻ പറഞ്ഞു കുഴപ്പത്തിനല്ല, ഞാൻ നിങ്ങളോട് ക്ഷമ പറയാൻ വേണ്ടി വന്നതെന്ന് പറഞ്ഞപ്പോൾ അവർ വാതിൽ തുറന്ന് പുറത്ത് വന്നു, കയറിയിരുന്നു. എൻ്റെ കാലിൻ്റെ എൻ്റെ അസുഖത്തെക്കുറിച്ച് ചോദിച്ചു, പോയിട്ട് ഉള്ള വിശേഷങ്ങൾ ചോദിച്ചു. അപ്പോൾ ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, അങ്ങനെയെങ്കിൽ അടുത്ത ദിവസം ഞായറാഴ്ചയാണ്, നാളെ എൻ്റെ കൂടെ ആരാധനിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി, നാളെ ഞാൻ വരാം. ഞാൻ ഈ കഴിച്ചിരിക്കുന്ന മദ്യത്തിൻ്റെ പുറത്താണ് ഞാനത് പറയുന്നത്. ഞാനത് പറഞ്ഞു. ഞാൻ അവിടുന്ന് സമാധാനത്തോടെ പോയി. ഞാൻ എൻ്റെ വീട്ടിൽ ചെന്ന് കിടന്നുറങ്ങി. ആ കിടന്ന് ഉറങ്ങിയിട്ട് അടുത്ത ദിവസം പ്രഭാതത്തിൽ ഒരു 8 മണി ആയ സമയത്ത് പോലും ഞാൻ എഴുന്നേറ്റിട്ടില്ല. പക്ഷെ ഞാൻ എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഈ സഹോദരി എൻ്റെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, രാജൻ സഹോദരൻ എവിടെയാണ്, രാജൻ സഹോദരനെ വിളിക്കേ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഭാര്യ ഓടി വന്നിട്ട് പറഞ്ഞു, ഇന്നലെ ആ ലീല ചേച്ചി വന്ന് പുറത്ത് നിൽക്കുന്നു, നിങ്ങൾ വിളിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പം ഞാൻ പറഞ്ഞു, ഇന്നിപ്പം പറ്റത്തില്ല, അടുത്ത ആഴ്ചയിൽ പോവാം. ഇന്നിപ്പം ഞാൻ എഴുന്നേറ്റ് ഇപ്പോൾ ഈ സമയമായില്ലേ, ഇനി കുളിക്കണമല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സൗകര്യം സമ്മതിച്ചില്ല. അത് ആ സൗകര്യം പറഞ്ഞു, ഇന്ന് എൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞതാണ്, എത്ര സമയം എടുത്താലും ഇന്ന് വന്നേ പറ്റൂ, ഞാൻ വെയിറ്റ് ചെയ്യാം. അങ്ങനെ അവിടെ എനിക്ക് വേണ്ടി 1.5 മണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്ത് ഞാൻ കുളിച്ച് ഡ്രസ്സെല്ലാം മാറി അവരുടെ കൂടെ ആദ്യമായി ഒരു ചെറിയ സഭയിലെ ആരാധനയ്ക്കായിട്ട് കടന്നുപോയി. ഇതാണ് എൻ്റെ വിശ്വാസ മാർഗത്തിൻ്റെ പ്രാരംഭമായ ഒരു ഘട്ടം. അവിടെ ചെന്ന് ഞങ്ങൾ ചെല്ലുമ്പോൾ ആരാധന ഏകദേശം പകുതിയോളമായി. അന്ന് അവിടെ ശുശ്രൂഷ ചെയ്യുന്ന ദൈവദാസൻ എം വർഗീസ് എന്ന് പറഞ്ഞൊരു പാസ്റ്ററാണ്. അന്ന് അദ്ദേഹം ആണ് അവിടുത്തെ പാസ്റ്ററായിട്ട് നിൽക്കുന്നത്. ആ സഭയിലേക്ക് കയറിപ്പോയത്. ഞങ്ങൾ ആരാധനയിൽ പങ്കെടുത്തു, പരിചയപ്പെട്ടു. ആരാധനയ്ക്ക് ശേഷം അന്ന് ഉച്ച കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകനും ഒരുമിച്ച് ഞങ്ങൾ താമസിക്കുന്ന ഇടത്ത് വന്നു. ഞങ്ങൾ പിന്നീട് സംസാരിച്ചു, ഒത്തിരി കാര്യങ്ങൾ സംസാരിച്ചു. നമ്മൾ പാവങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരു ദൈവവേദലായി തീരണം എന്നുള്ള ഉപദേശം ഞങ്ങൾക്ക് നൽകി. അങ്ങനെ അദ്ദേഹം ഒരു പ്രാർത്ഥനാവാചകം ഞങ്ങൾക്ക് ചൊല്ലിത്തന്നു. അങ്ങനെ അതെല്ലാം ഞങ്ങൾ ഏറ്റുപറഞ്ഞു. ഇതാണ് രക്ഷയുടെ മാർഗത്തിലേക്ക് വരാനുള്ള ആദ്യത്തെ ഒരു സ്റ്റെപ്പ്. എങ്കിൽ കൂടി എൻ്റെ രക്ഷയുടെ എന്ന് പറഞ്ഞാൽ 2-3 ഘട്ടങ്ങളാണ്. ഇതെല്ലാം ഞാൻ അവഗണിച്ച് പോയിട്ടുണ്ട്. പിന്നീടൊക്കെയും കർത്താവ് പത്രോസിനെ കൊണ്ടുവന്നതുപോലെ കൊണ്ടുവന്ന അനുഭവങ്ങളൊക്കെയാണുള്ളത്. എങ്കിലും പ്രാരംഭം ഒരു ഘട്ടം എന്ന് പറയുന്നത് ഇതാണ്. പിന്നീട് ഈ സുവിശേഷ വേലയിലേക്ക് കടന്നു വരാനായിട്ടുള്ളൊരു കാരണം എന്താണ്? സുവിശേഷ വേലയിലേക്ക് കടന്നു വരിക എന്ന് പറഞ്ഞാൽ ഈ വചനം പഠിക്കാൻ തുടങ്ങി, കേൾക്കാൻ തുടങ്ങി. ഈ രക്ഷിക്കപ്പെട്ടതിന് ശേഷം പിന്നീട് സ്നാനപ്പെട്ടു അല്ലേ? ആ സമയം മുതലുള്ള കാര്യങ്ങൾ പിന്നീട് ഒരു സുവിശേഷകനായി തീരണം എന്ന് തീരുമാനിക്കുന്ന വരെയുള്ള ഒരു പശ്ചാത്തലം ഒന്ന് വിവരിക്കാമോ? സുവിശേഷകനായി തീരാനായിട്ട് വരണം എന്നുള്ളൊരു താല്പര്യം, എൻ്റെ ആ ഘട്ടങ്ങളിലേക്ക് സുവിശേഷകനാകണം എന്നുള്ള താല്പര്യമൊന്നുമില്ല. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒന്ന് പ്രാർത്ഥിക്കാൻ പോലും പറഞ്ഞാൽ അറിയില്ലാത്ത ഒരു ആളാണ്. അപ്പോൾ ഏതെങ്കിലും സഭയിൽ ചെല്ലുന്ന സമയത്ത് അന്ന് എൻ്റെ പ്രാർത്ഥന, എന്നോട് ആരും പ്രാർത്ഥിക്കാൻ പറയരുതേ എന്നുള്ളതാണ് എൻ്റെ പ്രാർത്ഥന. അങ്ങനെ കയറി ചെല്ലുന്നത്. അപ്പം ഞാൻ ഈ വിശ്വാസമാർഗത്തിലേക്ക് കടന്നു വരുന്ന സമയത്തും എൻ്റെ കാലിലെ അസുഖം മാറിയിട്ടില്ല. അതിങ്ങനെ കൂടി വന്നു. വിരൽ മുറിക്കണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ മുറിച്ചില്ലല്ലോ. അങ്ങനെ കൂടി വന്നു. ഈ വിശ്വാസത്തിൽ കടന്നു വന്നതിന് ശേഷം പിന്നീട് ഈ ദൈവദാസനുമായിട്ട് ഞങ്ങൾ ഒത്തിരി നല്ല ബന്ധത്തിലായി. അദ്ദേഹം ഞങ്ങളെ കരുതുകയും വീട്ടിൽ വരികയും, അന്നൊക്കെ ഞങ്ങൾ വലിയ ദാരിദ്ര്യവും ബുദ്ധിമുട്ടും പ്രയാസത്തിലൂടെ ഭക്ഷണത്തിന് പോലൊക്കെ വിഷമിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇദ്ദേഹം കടന്നു വരും. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്നുള്ള ഒത്തിരി സഹായങ്ങളൊക്കെ ഞങ്ങൾക്ക് ലഭ്യമായിട്ടുണ്ട്. അങ്ങനെ മുന്നോട്ട് പോകുന്നു. എൻ്റെ ഈ കാലിലെ ഈ അസുഖം മാറ്റാൻ വേണ്ടി ഈ പാസ്റ്റർ പല സ്ഥലങ്ങളിലും ചികിത്സയ്ക്ക് വേണ്ടി എന്നെയും കൊണ്ട് പോയിട്ടുണ്ട്. അങ്ങനെ കടന്നുപോയി. പിന്നീട് അവിടെ എന്ന് വെച്ചാൽ ആ സഭയിൽ ഒരു അഭിപ്രായ വ്യത്യാസം വന്ന് ഞങ്ങളന്ന് പെന്തക്കോസ്ത് സഭയിലാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത്. ഈ പാസ്റ്ററും കുടുംബമൊക്കെ അവർ മറ്റൊരു ഡിനോമിനേഷനിലേക്ക് അവർ മാറേണ്ട ഒരു അനുഭവത്തിലേക്ക് വന്നു. അവരൊരു ബ്രദറൻ കൂട്ടായ്മയുടെ ഇതിലേക്ക് മാറി. അങ്ങനെ മാറിക്കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ ആരാധനയിൽ നിന്ന് ഞങ്ങൾ പതുക്കെ പിന്മാറി. പിന്നെ എവിടെയും പോകാതെ ഒത്തിരി നാൾ ഇങ്ങനെ നിന്നു. പിന്നെ എവിടെയും പോയില്ല. ആരാധനയ്ക്ക് കുറേ നാൾ ഞങ്ങൾ പോകാതെ ഇങ്ങനെ ഒരു ബ്രാക്കറ്റ് പോലെ അങ്ങനെ നിന്നു. എന്ന് വെച്ചാൽ അധികം വചനം അറിയത്തില്ല, അങ്ങനെ ഇതിൻ്റെ ഗൗരവം വേണ്ടതുപോലെ അറിയില്ല. ആരാധനയ്ക്ക് പോകുന്നു, രക്ഷിക്കപ്പെട്ടു, ഇത് ചെയ്തു, അങ്ങനെ സ്നാനപ്പെട്ടു, എങ്കിൽ അങ്ങനെ നടന്നു പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ ഈ കാലിലെ അസുഖം ഇങ്ങനെ നിൽക്കുന്നു. ഇത് കഴിഞ്ഞ് വീണ്ടും പഴയ അവസ്ഥയിലേക്കൊക്കെ വീണ്ടും ആ നിലവാരത്തിലേക്ക് ഞങ്ങൾ മാറി, ആരാധനയിൽ നിന്നൊക്കെ മാറിയിട്ട്.
വീണ്ടും ഈ കാലിലെ അസുഖങ്ങൾ പിന്നെയും കൂടി കൂടി വന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഈ പാസ്റ്റർ പിന്നെയും ഞങ്ങൾ തേടി വന്ന് അദ്ദേഹം ആശുപത്രിയിൽ കൊണ്ടുപോവുകയും അതിനുവേണ്ടി പൈസ മുടക്കുകയും ഒരു വലിയ ഒരു സർജറി എനിക്കിതിനു വേണ്ടി ചെയ്തു. അന്ന് അങ്കമാലിയിൽ ഡോക്ടർ ജോർജ് ജേക്കബ് എന്ന് പറഞ്ഞ ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിലെ പ്രസക്തനായ ഒരു സർജൻ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഇത് രക്തഓട്ടം ഇല്ലാത്തതുകൊണ്ടാണ്, അതുകൊണ്ട് ഈ വയറിൻ്റെ ഭാഗത്ത് ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് അങ്ങോട്ട് വെയിനിന് ത്രൂ കൊടുക്കാം, അപ്പോൾ രക്തം ചെല്ലും, അങ്ങനെ ഉണങ്ങും. അങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്ത് കൊടുത്തു. പക്ഷേ അതും പരാജയപ്പെട്ടു. അപ്പോൾ ഞങ്ങൾ ആ സമയത്ത് പിന്നെ നിരാശയിലായി. പ്രാർത്ഥനയ്ക്ക് പോയിട്ടും മറ്റൊരു പ്രയോജനം കാണുന്നില്ലല്ലോ എന്നുള്ള ഒരു നിരാശയും ഭാരവും ഒക്കെ കൂടിയിട്ട് പിന്നെ കുറച്ച് നാൾ ഇവിടെ ആരാധനയ്ക്ക് പോകാത്തൊരു കാലം കൂടി ഉണ്ടായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ. അങ്ങനെ ഞങ്ങൾ മാറി നിന്നു. വീണ്ടും അങ്ങനെ നിൽക്കുന്ന സമയത്ത് 2 സഹോദരിമാരൊരിക്കൽ സുവിശേഷം അറിയിക്കുന്ന കൂട്ടത്തിൽ അവർ കടന്നു വന്നു. എൻ്റെ കാലിൻ്റെ അസ്വസ്ഥതകൾ അറിയാം, അപ്പോൾ ഈ കാല് മുറിക്കണം. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഈ ഓപ്പറേഷൻ സർജറി പരാജയപ്പെട്ടു, ഇനി വേറെ നിവൃത്തിയൊന്നുമില്ല, ഇനി ഇത് കരിയണമെങ്കിൽ അല്ലെങ്കിൽ ഉറങ്ങണം, ഈ വേദനയിൽ നിന്ന് കുറയണമെങ്കിൽ ഈ മുട്ടിന് താഴേക്ക് രക്തോട്ടമില്ല, കാലിൻ്റെ മുട്ടിൻ്റെ താഴെ വെച്ച് മുറിക്കണം. അങ്ങനെ മുറിച്ചാലും കുഴപ്പമില്ല, ഒന്ന് ഉറങ്ങണമെന്നുള്ള താല്പര്യത്തോടു കൂടി ഞാൻ അതിന് സമ്മതിച്ചു. അങ്ങനെ ഒരു ഡേറ്റും എടുത്ത് വെച്ചാൽ ഒരു തിങ്കളാഴ്ച ദിവസം അതിന് ജോയിൻ ചെയ്യാം എന്ന് ഡോക്ടറോട് പറഞ്ഞ് ഞങ്ങൾ കടന്നു പോന്നു. അങ്ങനെ ഒരു വെള്ളിയാണോ വ്യാഴമാണോ കൃത്യമായി ഓർക്കുന്നില്ല, ഒരു ദിവസം ഞങ്ങൾ ആ വീട്ടിലിരിക്കുന്ന സമയത്ത് ഈ സുവിശേഷം അറിയിക്കുന്ന വീടുകൾ കയറി ട്രാക്ട് കൊടുത്ത് സുവിശേഷം അറിയിക്കുന്ന സഹോദരിമാർ കടന്നു വന്നു. അവർ എൻ്റെ വിവരങ്ങളൊക്കെ തിരക്കി. അപ്പം ഞാൻ അല്പം പിന്മാറ്റ അവസ്ഥയിലാണ്, ഇതൊക്കെ അവർക്കറിയാം. അവർ ചോദിച്ചു കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്. അപ്പം ഞാൻ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇത് കാല് മുറിക്കാൻ പോവുകയാണ്, ഇനി വേറെ രക്ഷയില്ല, ഡോക്ടർ ജോർജ് ജേക്കബ് പരാജയപ്പെട്ടു, ഇനി വേറെ സാധ്യതകളൊന്നുമില്ല, അതുകൊണ്ട് കാല് മുറിക്കാൻ പോവുക. അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം, ചേട്ടാ, ഡോക്ടർ ജോർജ് ജേക്കബിനെ സൃഷ്ടിച്ച ഒരാൾ ഉയരത്തിലുണ്ട്. ആ ദൈവത്തിനെ വിശ്വസിച്ചേൽപ്പിച്ച് തുടർന്നുള്ള സമയം കർത്താവിന് വേണ്ടി നിൽക്കാമെന്നൊരു തീരുമാനം ചേട്ടനെടുത്താൽ ഇത് കർത്താവ് സൗഖ്യം തരും. ഞാൻ പറഞ്ഞു, ഞാൻ തീരുമാനമെടുക്കാം. അങ്ങനെ അവരന്ന് എനിക്ക് വേണ്ടി അവരുടെ കയ്യിലിരുന്ന ബൈബിള് എൻ്റെ ശിരസിൽ വച്ച് മുട്ടിച്ച് അവർ പ്രാർത്ഥിച്ച് കടന്നുപോയി. എൻ്റെ ധൈര്യം തന്നു, ഒന്നും ചെയ്യേണ്ട, ഹോസ്പിറ്റലിൽ പോകേണ്ട, ഈ കാല് കർത്താവ് സൗഖ്യമാക്കും. അവർ സാധാരണ 2 സ്ത്രീകൾ. പക്ഷെ പിന്നീട് ഞാൻ അറിഞ്ഞത് അവർ ഉൾപ്പെട്ട് നിൽക്കുന്ന സഭയിൽ ചെന്ന്, ഒരു കൊച്ചു സഭയാണ്, ഈ വിവരങ്ങൾ പറഞ്ഞ് എൻ്റെ പേര് പറഞ്ഞു, എൻ്റെ സ്ഥലമൊക്കെ പറഞ്ഞ് അവരതിനു വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിച്ചിരുന്നു എന്ന് പിന്നീട് ഞാൻ അറിഞ്ഞു. അപ്പോൾ അന്ന് അവരോട് പറഞ്ഞ ഒരു കാര്യമാണ്, കർത്താവ് കാല് എനിക്ക് സൗഖ്യം തന്നാൽ ഞാൻ കർത്താവിന് വേണ്ടി നിൽക്കാം, ദൈവവചനത്തിന് വേണ്ടി നിൽക്കാം. 7 വർഷത്തോളം ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്ന ഈ കാലിലെ ബുദ്ധിമുട്ട് ഏകദേശം ഒരു 45-50 ദിവസത്തിനുള്ളിൽ, എന്നുവെച്ചാൽ ഒരു ചെറിയ മുറിവല്ല, എൻ്റെ ഈ കാലിലെ ഈ തന്തവിരലിനോട് ചേർന്ന് ഒരു വലിയ മുറിവായിരുന്നു. ഞരമ്പെല്ലാം മുറിഞ്ഞുപോയി, അസ്ഥി കാണാമായിരുന്നു, മാംസമെല്ലാം അഴുകിപ്പോയി. ഒരു 50 ml എണ്ണയിൽ കുഴിയിൽ നിൽക്കുമായിരുന്നു. അത്രയുള്ള ഒരു കുഴിവാണ്. അപ്പോൾ അതിനകത്ത് ഒരു ആയുർവേദ ചികിത്സയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ചികിത്സയിൽ ത്രിഫലത്തോട് തിളപ്പിച്ച വെള്ളം കൊണ്ട് ഇത് കഴുകി, ആ കഴുകുന്ന സമയത്ത് അതിനകത്ത് പുഴുക്കളൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ഭാര്യയാണ് ചെയ്യാറ്. അതിനുശേഷം മുറിവെണ്ണ എന്ന് പറഞ്ഞൊരു എണ്ണയും അതിനോടുകൂടെ വേറൊരു എണ്ണയും ചേർത്തിട്ട് ഒരു തുണി ഇങ്ങനെ നമ്മൾ വിളക്കിനിടുന്ന തിരി പോലെ തീർത്ത് ചുരുട്ടിയിട്ട്, തിരിവട പോലെ ചുരുട്ടി ഈ മുറിവിൻ്റെ അകത്തേക്ക് ഇറക്കി വെച്ചിട്ട് പുറത്തൂടെ ബാൻഡേഡ് ചെയ്യണം. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങൾ പതിവായി ചെയ്യുന്ന, പക്ഷേ ഒരു പ്രോഗ്രസ്സും ഇല്ലായിരുന്നു. പക്ഷേ ഈ പ്രാർത്ഥിച്ചവർ കടന്നു പോയതിന് ശേഷം ഏകദേശം 45-50 ദിവസത്തിനുള്ളിൽ ഈ മുറിവ് ഇത് നികന്ന് അത് പൂർണ്ണമായി കരിഞ്ഞ് ഒരവസ്ഥയിലേക്ക് വരാനായിട്ട് ഇടയായിത്തീർന്നു. അതാണ് ഒരു ഘട്ടം. അപ്പം എനിക്ക് മനസ്സിലായി, നമ്മൾ ചിന്തിക്കുന്നതും അല്ലെങ്കിൽ വിചാരിക്കുന്നതിനപ്പുറമായി ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും. അപ്പോൾ ഒരു വചനമുണ്ട്, നമ്മെ കർത്താവ് മുന്നറിഞ്ഞിരിക്കുന്നു, മുൻ നിയമിച്ചിരിക്കുന്നു. അപ്പം മുന്നറിവും ഒരു മുൻ നിയമനമുണ്ട്. അപ്പം മുന്നറിഞ്ഞവരെ മുൻ നിയമിച്ചും, ആ മുൻ നിയമിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു എന്നുള്ളൊരു വചനം അന്ന് എനിക്ക് അതിൻ്റെ കൂടുതൽ ആഴങ്ങൾ അറിയില്ലെങ്കിൽ കൂടിയും അതെന്നെ സ്പർശിച്ചു. അപ്പോൾ എന്നെക്കുറിച്ചുള്ള പദ്ധതി ദൈവത്തിൻ്റെ മുന്നറിവാണ്. അപ്പോൾ ഈ വന്ന കാര്യങ്ങളെല്ലാം അതിൻ്റെ ഒരു മുന്നോടിയായിരുന്നു എന്നെനിക്ക് മനസ്സിലായി. അതിനുശേഷം
വചനം പഠിക്കുവാനൊക്കെ പഠിക്കണമെന്നൊരു താല്പര്യങ്ങൾ വന്നു. പ്രാരംഭഘട്ടത്തിൽ ആഴകത്ത് ഉള്ള ഒരു ചെറിയ ബൈബിൾ സ്കൂൾ ഉണ്ടായിരുന്നു. ഒരു പ്രൈമറി സ്റ്റേജൊക്കെ അവിടുന്ന് കിട്ടിയെന്ന് വെച്ചാൽ പുസ്തക്രമം പോലും അന്ന് അറിയില്ലായിരുന്നു. അതെല്ലാം അവിടെ നിന്നാണ് മനസ്സിലാക്കിയത്. അതിനുശേഷം വീണ്ടും ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നു. എന്നാലാവുന്ന വിധത്തിൽ ഞാൻ അങ്കമാലി ടൗണിൽ ഏകദേശം 20 വർഷത്തോളം ഓട്ടോറിക്ഷ ഓടിച്ചിട്ടുണ്ട്. കാറ്ററിംഗ് പരിപാടികൾക്ക് പോയിട്ടുണ്ട്. അങ്ങനെയൊക്കെ നടന്ന ഒരു കാലഘട്ടമുണ്ട്. അപ്പം ഈ പിന്നീട് ഈ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങാനുള്ള ഒരു ഇത് വന്നാൽ ഇപ്പോൾ ഈ സമയത്തൊക്കെ ഈ തീരുമാനമൊക്കെ എടുത്തതിന് ശേഷവും ഞാൻ സുവിശേഷ വേലയ്ക്കല്ല പോയത്. ഞാൻ എൻ്റെ പഴയ തൊഴിലിലേക്കൊക്കെ പോകാനിടയായി. അങ്ങനെ പിന്നീട് ഈ രണ്ടാമത്തെ ഈ സഹോദരിമാർ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം പിന്നെ എനിക്കൊന്ന് മനസ്സിലായി, ഇത് ദൈവത്തിൻ്റെ സ്പർശനമാണ്. ഇനി പോയിട്ട് കാര്യമില്ല. ഇനി കർത്താവിന് വേണ്ടി നിന്നില്ല എങ്കിൽ ഇനിയും പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരും. അങ്ങനെ ആ ഒരു തീരുമാനത്തിൽ വന്നു. അപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ട്. എനിക്ക് 3 മക്കളാണ്. അന്ന് 3 കുഞ്ഞുങ്ങളാണ്. എന്തെങ്കിലും ജോലി ചെയ്തേ പറ്റൂ. അങ്ങനെ ഞാനന്ന് ചെറിയ എനിക്ക് പറ്റാവുന്ന ജോലികൾക്കൊക്കെ ഞാൻ കടന്നു പോകും. അങ്ങനെ ഇതിലേക്ക് ഇറങ്ങാനായിട്ട് ഒരു മാധ്യമമില്ലാതിരുന്നു. എന്നാൽ ഒരു നാളിൽ ഞാൻ ഓടിച്ചുകൊണ്ടിരുന്ന ഓട്ടോറിക്ഷ നാഷണൽ ഹൈവേയിൽ മറിയാനിടയായി. മറിഞ്ഞു എന്ന് പറഞ്ഞാൽ എൻ്റെ പുറകിലൂടെയൊക്കെ വാഹനങ്ങൾ വരുന്നുണ്ടായിരുന്നു. ഞാൻ ഈ വണ്ടിയിൽ നിന്ന് തെറിച്ച് പുറത്തേക്ക് പോയി. എങ്ങനെയോ അത്ഭുതകരമായി ഞാൻ രക്ഷപ്പെട്ടു. ആരൊക്കെയോ ചേർന്ന് എന്നെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് എത്തിച്ചു. ആ ഹോസ്പിറ്റലിൽ കിടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പോൾ എൻ്റെ ഭാര്യയോട് ഞാൻ പറയും, എടി ദൈവവേലയ്ക്ക് വേണ്ടിയാണ് കർത്താവ് കണ്ടിരിക്കുന്നത്. അപ്പോൾ ഉള്ള ബുദ്ധിമുട്ട് അന്നവളും കിട്ടുന്ന കൂലിപ്പണികൾക്കൊക്കെ പോയിട്ടാണ് വീടുകളിലൊക്കെ പോയി ജോലി ചെയ്തിട്ടാണ് അന്ന് ഞങ്ങൾ കഴിഞ്ഞു വരുന്നത്. കുഞ്ഞുങ്ങളെ വളർത്തുന്നതും വാടക വീട്ടിൽ താമസിക്കുന്നു. ഇതിനു മുമ്പ് ഞങ്ങൾക്കുണ്ടായിരുന്ന വീടും സ്ഥലവും എല്ലാം ഞങ്ങൾ വിറ്റുപോയി. അത് അന്നത്തെ എൻ്റെ മദ്യപാനവും അതുപോലെ ചികിത്സയ്ക്കൊക്കെ വേണ്ടിയിട്ട് വിറ്റെല്ലാം തീർന്നിരുന്നു. പിന്നെ ഞങ്ങൾക്ക് സ്ഥലമില്ല, വീടില്ല. പിന്നെ ജോലിക്ക് പോവും. ഓരോ വീടുകളിൽ എൻ്റെ ഭാര്യ ജോലിക്ക് പോയിട്ടുണ്ട്. അങ്ങനെ ആ അനുഭവത്തിൽ നിൽക്കുന്ന സമയത്ത് 3 കുഞ്ഞുങ്ങൾ വാടക വീട്ടിൽ താമസിക്കുന്നു. ഇവളൊരാൾ പോയാൽ അന്ന് കിട്ടുന്നത് 50 രൂപ ഒരു ദിവസം കൂലി കിട്ടും. 50 രൂപയിൽ നിന്ന് 5-6 രൂപ ബസ് ഫെയർ പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള പൈസ കൊണ്ട് ഒരു ദിവസം ഞങ്ങളുടെ കുടുംബം കഴിയുവാനായിട്ട് 1 കിലോ അരി വാങ്ങും, 50 പഞ്ചസാര, 50 വെളിച്ചെണ്ണ, അങ്ങനെ ആ 45 രൂപയിൽ ഒതുങ്ങുന്ന സാധനങ്ങൾ വാങ്ങി ഓരോ ദിവസവും തള്ളി നീക്കും. അപ്പോൾ എൻ്റെ കാല് പൂർണ്ണമായിട്ട് സൗഖ്യമായിട്ടില്ല. പലരും സഹായിച്ചും പലരുടെയും കൈത്താങ്ങൽ കൊണ്ട് അന്നത്തെ ഞങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കുഞ്ഞുങ്ങൾ 2 എൻ്റെ മൂത്ത കുട്ടികൾ 2 പേരും ചെങ്ങന്നൂരുള്ള ഒരു ഓർഫനേജിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. 3ാമത്തെ കുട്ടി അവൻ തീരെ ചെറുതായതുകൊണ്ട് ഞങ്ങളുടെ കൂടെ അവനെ നിർത്തി പഠിപ്പിക്കാനൊക്കെ ഇടയായി തീർന്നു. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങൾ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പോയി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? അതുകൊണ്ട് കുറച്ചുകൂടെ കഴിയട്ടെ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുന്ന സമയത്താണ് ഈ ആക്സിഡൻ്റ് ഉണ്ടായത്. ഈ ആക്സിഡൻ്റ് ഉണ്ടായി കഴിഞ്ഞപ്പോൾ ആ സമയത്ത് എൻ്റെ മകളുടെ വിവാഹം കഴിഞ്ഞിരുന്നു. എൻ്റെ മകളുടെ വിവാഹം, എനിക്ക് മൂത്ത മകളാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, കല്യാണം കഴിക്കുന്നത് രാജേഷ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ്. അദ്ദേഹം അന്ന് താമസിച്ചിരുന്നത് കാഞ്ഞൂരിനടുത്ത് പാറപ്പുറം എന്നൊരു സ്ഥലത്താണ്. ഇപ്പോൾ മംഗലത്തോടെ താമസിക്കുന്നു. അവിടെ സ്വന്തം വീടൊക്കെ വെച്ചു. പൊതു ശുശ്രൂഷയാണ്. ഇപ്പോൾ ചർച്ച് മിനിസ്ട്രി അദ്ദേഹത്തിന് അങ്ങനെയില്ല. അദ്ദേഹം പൊതുവായിട്ട് കേരളത്തിലുള്ള എല്ലാ ജില്ലകളിലും, കേരളത്തിന് വെളിയിൽ ഇന്ത്യക്ക് വെളിയിലൊക്കെ പോയി ശുശ്രൂഷയ്ക്കായിട്ട് പോകുന്ന ഒരു വ്യക്തിത്വമാണ്. അപ്പോൾ ഈ കല്യാണം കഴിഞ്ഞിട്ട് അധികമായിട്ടില്ല. ആ സമയത്ത് ഈ ആക്സിഡൻ്റ് ഉണ്ടാവുന്നത്. അപ്പം പറഞ്ഞു, ഇനി ഒന്നും നോക്കണ്ട, അപ്പച്ചൻ എന്താവശ്യപ്പെടുന്നോ അതുപോലെ ചെയ്തോ എന്നെൻ്റെ ഭാര്യ സമ്മതിച്ചു. അങ്ങനെ ഞാനന്ന് ഓടിച്ചുകൊണ്ടിരിക്കുന്ന ആ വാഹനം, ഒരു ഓട്ടോറിക്ഷ, അത് കയറ്റിയിട്ട്, അത് ഞങ്ങളുടെ സ്വന്തം വണ്ടിയായിരുന്നു, കയറ്റി ഇട്ടിട്ട് ഞാനന്ന് പാലക്കാട് ഉള്ള ഒരു ബൈബിൾ കോളേജിൽ ബൈബിൾ പഠനത്തിന് വേണ്ടി കടന്നുപോയി. അവിടെ താമസിച്ച് പഠിക്കുവാൻ തീരുമാനമെടുത്ത് അന്ന് കടന്നുപോയി. വളരെ ബുദ്ധിമുട്ട് ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ, അന്നൊരു ബ്ലേഡിന് 1 രൂപയുള്ളൂ. പക്ഷെ ആ 1 രൂപയുടെ ഒരു ബ്ലേഡ് മേടിക്കാൻ പോലും ഒത്തിരി പ്രയാസപ്പെട്ടിട്ടുണ്ട്. ഒരു ബ്ലേഡ് 6 മാസമൊക്കെ ഞാൻ ഉപയോഗിച്ച ചരിത്രമുണ്ട്. 50 പൈസ ഒരു കഷ്ണം തുണി കഴുകുന്ന സോപ്പിന് അന്ന് മതി. പക്ഷേ ആ പൈസ അന്ന് കിട്ടാനായിട്ട് പ്രയാസം ഉള്ളത് കൊണ്ട് മറ്റു പലരും കഴുകിയിട്ട് പോയി കഴിഞ്ഞിട്ട് ഈ കല്ലേ പിടിപ്പിച്ച് വെച്ചിട്ട് അവർ അവസാനം തേഞ്ഞ് പോകുന്ന കല്ലേ പിടിപ്പിച്ച് വെച്ചിട്ട് പോകുന്നൊരു അനുഭവമുണ്ട്. അതിൽ പോയി തുണി കഴുകിയ അനുഭവമുണ്ട്. ആഴ്ചയിൽ ഒരു ദിവസം ഞങ്ങൾക്ക് വീട്ടിൽ പോരാം. വെള്ളിയാഴ്ച അവിടുത്തെ പഠനം തീരും. വെള്ളിയാഴ്ച ഉച്ചയോടൊരു ക്ലാസ് തീരും.
പിന്നെ വീട്ടിൽ വന്നിട്ട് തിങ്കളാഴ്ച അവിടെ പ്രസൻറ്റ് ചെയ്താൽ മതി. പക്ഷേ മിക്കവാറും ബസ് ഫെയർ ഇല്ലാത്തതുകൊണ്ടും ആരോടും ചോദിക്കാനുള്ള ഒരു മടിയുള്ളത് കൊണ്ടും എന്തെങ്കിലും പറയും, എന്തെങ്കിലും എഴുതാനുണ്ട്, പഠിക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവിടെ നിൽക്കുന്ന അനുഭവങ്ങളായിരുന്നു. ഇതൊക്കെ ഏകദേശം ഒരു 2000, 2003 ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന സംഭവങ്ങളാണ്. അവിടുത്തെ പഠനം കഴിഞ്ഞ് വന്നതിന് ശേഷം അങ്കമാലിയിൽ ഉള്ള ഒരു ചർച്ചിൽ ഞങ്ങൾ പ്രവർത്തിച്ചു പോന്നു. അവിടെ അസോസിയേറ്റ് ചെയ്ത് ആ സഭയിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി അങ്ങനെ നിന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു പ്രത്യേക സ്ഥലത്തെക്കുറിച്ചൊരു ദർശനം. മിക്കവാറും സ്വപ്നം പോലെ കാണും. അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഈ സ്ഥലം ഏതെന്ന് എനിക്കറിയത്തില്ല. എന്നാൽ ചില മാസങ്ങൾക്ക് ശേഷം യാദർശ്ചികമായി ആ സ്ഥലത്ത് എത്തിപ്പെട്ടപ്പോൾ ഞാൻ കണ്ടുകൊണ്ടിരുന്ന സ്ഥലം ഇതാണല്ലോ എന്നുള്ളൊരു ബോധ്യം വന്നു. അന്ന് അങ്കമാലിയിൽ ഞാൻ നിൽക്കുന്നത് ഹാർവെസ്റ്റ് ഫുൾ ഗോസ്പൽ എന്ന് പറഞ്ഞ ഒരു ചർച്ചാണ്. കർത്താവദാസൻ KC തോമസ് പാസ്റ്റർ കൂടെയാണ് ഞാനൊക്കെ നിന്നിരുന്നത്. ഷാജറ്റ്, KC തോമസ് പാസ്റ്റർ, അതിനോട് അസോസിയേറ്റ് ചെയ്യുന്ന മറ്റ് 8-9 പാസ്റ്റർമാർ അവിടെ അന്നുണ്ടായിരുന്നു. അദ്ദേഹം ഞങ്ങൾക്ക് ഒരു ചെറിയ സപ്പോർട്ട് തന്നിട്ടുണ്ടായിരുന്നു, ഒരു വാഹനം വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു. അവിടെ നിൽക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഒരു കുഴപ്പമൊന്നുമില്ല. ഞങ്ങളവിടെ വർക്ക് ചെയ്ത് വരുന്ന സമയത്ത് ഈ സ്ഥലത്തെക്കുറിച്ചുള്ള ആ നിഗമനം, ആ സ്ഥലം കണ്ടപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ കണ്ട ഒരു സ്ഥലം ഇതാണ്, അതുകൊണ്ട് ഞങ്ങൾ അവിടേക്ക് പോകാനായിട്ട് താല്പര്യപ്പെടുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാം വിട്ട് അങ്കമാലിയിൽ നിന്ന് മൂവാറ്റുപുഴയെത്തി. പിന്നീട് പാസ്റ്റർ മൂവാറ്റുപുഴയിൽ താമസമാക്കി. അവിടുത്തെ ശുശ്രൂഷകളെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? അങ്ങനെ ഞങ്ങൾ മൂവാറ്റുപുഴ എത്തിയിട്ട് മൂവാറ്റുപുഴ ഞങ്ങൾക്ക് പരിചയമുള്ള ഒരു വ്യക്തി, അദ്ദേഹത്തിനൊരു വെള്ളത്തിൻ്റെ കമ്പനിയൊക്കെ ഉണ്ട്. ഞാൻ അദ്ദേഹത്തെ ചെന്ന് കണ്ടിട്ട് എനിക്കൊരു ജോലി വേണം എന്നാവശ്യപ്പെട്ടു. അപ്പം ഞാനൊരു പാസ്റ്ററാണെന്ന് അദ്ദേഹത്തിനറിയാം. അങ്കമാലിയിൽ സുവിശേഷ വേല ചെയ്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിനറിയാം. ഞങ്ങളവിടെ കരിസ്മ ഫയർ എന്ന് പറഞ്ഞ 7 ദിവസത്തെ ക്യാമ്പൊക്കെ കൺവെൻഷനൊക്കെ നടത്തുന്ന സമയത്ത് അദ്ദേഹം അവിടെ ഒന്ന് സംബന്ധിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഞാനൊരു പാസ്റ്ററായിരിക്കുന്നത് എനിക്കെന്ത് ജോലി തരും? ഞാൻ പറഞ്ഞു, എന്ത് ജോലി ഞാൻ ചെയ്യാൻ തയ്യാറാണ്, എനിക്ക് എന്തെങ്കിലും ജോലി തന്നേ പറ്റൂ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ വെള്ളക്കമ്പനിയിൽ, കുടിവെള്ളത്തിൻ്റെ കമ്പനിയിൽ എനിക്ക് ഒരു സൂപ്പർവൈസറായിട്ട് അവിടെ ഒരു ജോലി തന്നു. ആ ജോലി കൊണ്ട് കുറേ നാൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം തന്നെ പറഞ്ഞു, അദ്ദേഹം വിശ്വാസത്തിലേക്ക് വന്നു. അവരൊക്കെ ആ കുടുംബമായ ഒരു വിശ്വാസം വന്നു. അദ്ദേഹം പറഞ്ഞു, നമുക്കിവിടെ ഒരു പ്രാർത്ഥന സ്റ്റാർട്ട് ചെയ്യാം. അന്ന് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പോർച്ചിൽ ഞങ്ങൾ സ്റ്റേജായിട്ട് കസേര ഇട്ടിട്ട് കുറച്ച് അദ്ദേഹത്തിൻ്റെ ജോലിക്കാരും ആ ചുറ്റുവട്ടത്തുള്ള കുറച്ച് പേരൊക്കെ വന്ന് ഉച്ച കഴിഞ്ഞൊരു പ്രാർത്ഥന ക്രമീകരിക്കൽ പതിവുണ്ടായിരുന്നു. ഞാനിങ്ങനെ അവിടെ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുകളിൽ ഒരു സംവിധാനം ഉണ്ടാക്കാം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുകളിൽ ഡ്രസ് വർക്കൊക്കെ ചെയ്ത് ഒരു 100 പേർക്ക് ഇരിക്കാവുന്ന ഒരു സംവിധാനത്തിൽ ഒരു ആരാധന കൂട്ടായ്മ അവിടെ ആരംഭിച്ചു. അതാണ് ഞങ്ങളുടെ സുവിശേഷ വേലയുടെ ആരംഭഘട്ടം. ഒറ്റയ്ക്ക് പോയിട്ട് ഒരു വേല ചെയ്യുന്ന ഒരു ഘട്ടം അവിടെയാണ്. അവിടെ ഒത്തിരി ആൾക്കാർ അവിടെ വരികയും, അന്ന് തൃശ്ശൂർ മരോട്ടിച്ചാലിൽ നിന്നൊക്കെ ആളുകൾ ആരാധനയ്ക്ക് വരുമായിരുന്നു. തൃപ്പൂണിത്തുറയിൽ നിന്ന് ആളുകൾ ആരാധനയ്ക്ക് അവിടെ വന്നിട്ടുണ്ട്. ആമ്പല്ലൂരിൽ നിന്ന് ആളുകൾ ആരാധനയ്ക്ക് വരുമായിരുന്നു. ശുശ്രൂഷയിൽ വലിയ പഴക്കവും കാര്യങ്ങളും എക്സ്പീരിയൻസൊന്നും ഇല്ലെങ്കിൽ കൂടിയും ദൈവം വരുന്നവർക്ക് അവിടെ വലിയ ഒരു വിടുതൽ നൽകുന്നത് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അന്നും ഇന്നും ഞാൻ വിശ്വസിക്കുകയും എൻ്റെ താല്പര്യം ശരിയായ രീതിയിൽ ദൈവവചനം പ്രസംഗിക്കുക, യാതൊരുവിധ മറവുകളില്ലാതെ കർത്താവ് തരുന്ന ആ വചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ച് ഒരു കൊള്ളാവുന്ന വേലക്കാരായി നിൽക്കുക. അപ്പോൾ ഒത്തിരി ആൾക്കാരെ കൂട്ടണം, അല്ലെങ്കിൽ ഒത്തിരി സമ്പത്തുണ്ടാക്കണം, ആ നിലവാരത്തിലുള്ള കാര്യങ്ങളൊന്നും അന്നും ചിന്തയില്ല, ഇന്നും ചിന്തയില്ല. ഇതൊരു ഉപജീവന മാർഗമായിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല. ഇന്നും അവിടെ ഞാനൊരു 6 വർഷം അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ, ഒരു 6 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആ ശുശ്രൂഷയ്ക്ക് പ്രാപ്തനായി തീർന്നു. ആ ശുശ്രൂഷ ചെയ്യാം എന്നുള്ളൊരു താല്പര്യം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വന്നപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് മാറി മറ്റൊരിടം തിരഞ്ഞെടുത്തു എന്ന് പറയാൻ അങ്ങനെ ഒരു ശുശ്രൂഷയായിട്ട് ആരംഭിക്കുകയല്ല. അപ്പോൾ ആ ഘട്ടത്തിൽ എനിക്ക് തോന്നി, ഇതെല്ലാം ഈ പാസ്റ്റർ വിളി ഒരുപക്ഷെ എനിക്ക് ഇല്ലാഞ്ഞിട്ടായിരിക്കുമോ, അല്ലെങ്കിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസമാണെങ്കിലോ, അതുകൊണ്ട് ഇനി ഇത് നിർത്തിയിട്ട് എവിടെയെങ്കിലും ആരാധനയ്ക്ക് പോയി ഒതുങ്ങി അങ്ങനെ നിൽക്കാം. അങ്ങനെ ഒരു ചിന്ത എൻ്റെ ഉള്ളിൽ കയറി വന്നു. അങ്ങനെ ഞങ്ങൾ 2-3 ആഴ്ച എൻ്റെ ഒരു
സ്നേഹിതൻ പാസ്റ്ററുടെ സഭയിൽ ഞങ്ങൾ ആരാധനയ്ക്ക് കടന്നുപോയി. 3 ആഴ്ച കഴിഞ്ഞപ്പോൾ 4-ാമത്തെ ആഴ്ചയിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കർത്താവ് പറഞ്ഞു, നീ എവിടെയും പോകരുത്, നീ ഇവിടെ ഇരിക്കണം. അങ്ങനെ കർത്താവിനെ അനുസരിച്ച് ഞങ്ങൾ ആ വീട്ടിൽ ഞങ്ങളൊരു പ്രാർത്ഥന ആരംഭിച്ചു. ഇപ്പോൾ ആദ്യത്തെ വിശ്വാസം എൻ്റെ ഭാര്യയാണ്. ഞാൻ പ്രസംഗിക്കും, സങ്കീർത്തനം വായിക്കും, എല്ലാ ശുശ്രൂഷകളും ഒരു സഭാ ശുശ്രൂഷ ചെയ്യുന്നത് പോലെ എല്ലാ ശുശ്രൂഷകളും ചെയ്യും. വിശ്വാസിയായിട്ട് എൻ്റെ ഭാര്യ മാത്രം. അടുത്ത ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ ഇളയ മോൻ, അന്നവൻ അവൻ പഠിക്കുന്നുണ്ട്, കൂടെ ഒരു ജോലിയും ചെയ്യുന്നുണ്ട്. അവൻ ഇരിക്കാൻ തുടങ്ങി. മൂത്ത മോൻ അവനന്ന് റാന്നിയിൽ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു. അവൻ വന്നു. എൻ്റെ മരുമകൻ കുടുംബമായിട്ട് അവർ കൊല്ലത്ത് താമസിക്കുകയായിരുന്നു. ചില മാസങ്ങൾ കഴിഞ്ഞപ്പോൾ, എന്ന് വെച്ചാൽ ഒരു 2-3 മാസത്തിനുള്ളിൽ അവരും അവിടെ നിന്ന് മതിയാക്കി ഇവിടെ വന്ന് മറ്റൊരു വീട് വാടകയ്ക്കെടുത്ത് താമസിക്കാൻ തുടങ്ങി. അവർ വന്നു. അങ്ങനെ ഞങ്ങൾ ആ താമസിക്കുന്ന വീടിൻ്റെ മുറിയിൽ ഏകദേശം ആളുകൾ നിറഞ്ഞു. ഒരു 10-15 ആളുകളും ആയപ്പോൾ ഞങ്ങൾക്ക് പിന്നെ അവിടെ ഒരാൾ വന്നാൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാതെ വന്നപ്പോൾ മറ്റൊരു സംവിധാനം ഞങ്ങളതിനെക്കുറിച്ച് ചിന്തിച്ചു. ഞാനിപ്പോൾ നിൽക്കുന്നത് മൂവാറ്റുപുഴയ്ക്കടുത്ത് മുടവൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. മുടവൂർ. അപ്പോൾ അവിടെ സ്ഥലം കിട്ടാൻ പ്രയാസമാണ്. അപ്പോൾ ഞങ്ങൾക്കൊരു ചെറിയൊരു സംവിധാനം അന്ന് കിട്ടി. അപ്പോൾ ഇന്നും ഞങ്ങൾ അവിടെ തന്നെയാണ്. അപ്പോൾ ഒത്തിരി ആളുകൾക്കൊന്നും ഇരിക്കാനായിട്ട് പറ്റുന്ന ഒരിടമല്ല. ഒരു 35 പേർക്ക് അതിനകത്ത് നമുക്കിരിക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 30ഓളം പേര് ഞങ്ങൾ ഒരുമിച്ച് അവിടെ ആരാധനയ്ക്ക് വേണ്ടി കൂടി വരുന്നുണ്ട്. ഓക്കെ, പാസ്റ്ററുടെ ജീവിതത്തിൽ ദൈവം ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് പാസ്റ്ററുടെ രോഗവുമായി ബന്ധപ്പെട്ടൊക്കെയാണ്. പാസ്റ്റർക്ക് ദൈവം തന്നിട്ടുള്ള ടാലൻറ്റുകൾ എന്തൊക്കെയാണ്? നമുക്ക് ഓരോരുത്തർക്കും ദൈവം ഒരേ കൃപാവരങ്ങൾ തന്നിട്ടുണ്ട്. ഏത് ടാലൻറ്റുകളാണ് പാസ്റ്റർക്ക് ദൈവം തന്നിട്ടുള്ളതെന്നാണ് പാസ്റ്റർ ചിന്തിക്കുന്നത്? ടാലൻറ്റുകളെന്ന് ചോദിച്ചാൽ ഞാനിപ്പോൾ നമുക്കങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവകാശപ്പെടാനൊന്നും എനിക്കില്ല. പക്ഷേ ഒന്നെനിക്കറിയാം, പ്രാർത്ഥിക്കാനറിയാം. ഇത് ഞങ്ങൾക്കൊരു മോർണിംഗ് പ്രെയർ ഉണ്ട്. 2019 ആരംഭിച്ചതാണ്. എല്ലാ തിങ്കളാഴ്ചയും 5:55 തുടങ്ങി 6:45 അവസാനിക്കുന്ന ഒരു കൂട്ടായ്മ. അത് ഞങ്ങളങ്ങനെ ഇതിലേക്ക് നിങ്ങൾ വരണം, പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ലിങ്ക് ആർക്കും ഷെയർ ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഏകദേശം ഒരു 20-22 ഡിവൈസ് അതിനകത്ത് ഉണ്ട്. അപ്പം മിക്കവാറും എല്ലാ ദിവസങ്ങളിലും ഒരു 18 അല്ലെങ്കിൽ 16-17 ആ തോതിലുള്ള ആളുകളുണ്ടാവും. അതെല്ലാ ദിവസവും ആ ഒരു പ്രെയറുണ്ട്. ആ പ്രാർത്ഥനയിൽ പലവിധ അസുഖങ്ങളും അല്ലെങ്കിൽ പലവിധ ആവശ്യങ്ങളും, അത് ഭൗതിക ആവശ്യങ്ങളെക്കാൾ കൂടുതൽ ആത്മീയ താല്പര്യങ്ങൾ, ആത്മീയ വർധന വേണ്ടുന്ന കാര്യങ്ങൾ, അതൊക്കെയാണ് നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. എങ്കിൽ കൂടിയും പല ആളുകൾ കടന്നു വന്ന് അവരുടെ കുഞ്ഞുങ്ങൾക്കും അവരുടെ രോഗങ്ങൾക്കൊക്കെ പ്രാർത്ഥിച്ച് ദൈവം സൗഖ്യം കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. നമുക്കങ്ങനെ ഒത്തിരി കഴിവുകൾ അല്ലെങ്കിൽ ഞാൻ ഇന്നതാണ് അല്ലെങ്കിൽ ഇന്നത് ചെയ്യാം എന്നൊന്നും പറയാനായിട്ട് എനിക്ക് അറിയത്തില്ല. കാരണം ഞാനിത് ആഗ്രഹിച്ച ഒരാളല്ല. ഒരു പാസ്റ്റർ ആവണമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വലിയൊരു പൊസിഷനിൽ എത്തണമെന്നോ ഒരിക്കലും താല്പര്യമില്ല. ഇപ്പോഴും എൻ്റെ ഉള്ളിലില്ല. ഇരമ്യാവ് പറഞ്ഞതുപോലെ ഇരമ്യാവ് കർത്താവിനോട് പറഞ്ഞു, എനിക്ക് വാക്സാമർത്ഥ്യമില്ലാത്തവനാണ്, ഞാൻ ബാലനാണ്. അപ്പോൾ കർത്താവ് പറഞ്ഞു, നീ ബാലനെന്ന് നീ പറയരുത്. നീ നിൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ കണ്ടു. അമ്മയുടെ ഉദരത്തിലായിരിക്കുന്ന സമയത്ത് ഞാനൊരു പ്രവാചക ശുശ്രൂഷയ്ക്ക് വേണ്ടി നിന്നെ അഭിഷേകം ചെയ്തു. എന്നിട്ട് കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ അയക്കുന്നിടത്ത് നീ പോകുക, ഞാൻ പറയുന്നത് നീ പറയുക, അവരുടെ കയ്യിൽ നിന്ന് ഞാൻ നിന്നെ വിടുവിച്ചുകൊള്ളാം. എന്നുവെച്ചാൽ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യത്തിൽ യഥാർത്ഥമായ ഒരു ശുശ്രൂഷയിൽ ദൈവം പറയുന്ന ദൂതുകൾ അല്ലെങ്കിൽ ഇപ്പം ദൈവം പറയുന്ന പ്രവചനങ്ങൾ എന്ന് പറയുമ്പോൾ അത് കേൾക്കുന്നവർക്ക് അത്രയും സുഖകരമായിരിക്കുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. കാരണം നമുക്ക് സുഖമുള്ളത് കേൾക്കാനാണ്, നമുക്കിഷ്ടമുള്ളത് കേൾക്കാനാണ്, അല്ലെങ്കിൽ നമ്മൾ താല്പര്യപ്പെടുന്നത് കേൾക്കാനാണ് ഇഷ്ടം. പക്ഷെ കർത്താവ് പലപ്പോഴും എൻ്റെ അനുഭവത്തിൽ പലരുടെയും ക്രമീകരണത്തിന് വേണ്ടുന്ന കാര്യങ്ങളാണ് കർത്താവ് കൂടുതലും ആവശ്യപ്പെടുന്നത്. യേശു പോലും ലൂക്കോസ് സുവിശേഷം നമ്മൾ 4-ാം അധ്യായം പഠിക്കുന്ന സമയത്ത് യേശുവിൻ്റെ ശുശ്രൂഷയുടെ പ്രാരംഭഘട്ടത്തിൽ കർത്താവ് ആത്മാവിൻ്റെ ശക്തിയോടെ ഗലീലയിൽ മടങ്ങി വരുന്നു, പള്ളിയിൽ ചെല്ലുന്നു. പതിവ് പോലെ തനിക്ക് ഒരു പുസ്തകത്തിൻ്റെ ചുരുൾ നൽകുന്നു.
അപ്പോൾ അതിൽ തന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ഭാഗം വായിച്ചിട്ട് യേശു പോയി ഒരു കസേരയിലിരിക്കുന്നു. എല്ലാവരും കണ്ണ് അവൻ്റെ മേൽ പതിഞ്ഞു എന്നവിടെ എഴുതിയിരിക്കുന്നു. അപ്പോൾ യേശു സംസാരിക്കുന്ന ആ വാക്കുകൾ എല്ലാവരും പറഞ്ഞു, ഇത് വളരെ അസാമാന്യമായ ലാവണ്യ വാക്കുകൾ എന്നാണ് യേശുവിൻ്റെ വാക്കുകളെക്കുറിച്ച് അവിടെ പറഞ്ഞത്. അങ്ങനെ കുറച്ചുകൂടെ കഴിഞ്ഞ് കർത്താവ് ആ കാര്യങ്ങൾ ഇത്രയും കൂടി ആഴത്തിലേക്ക് ഇറങ്ങി സംസാരിക്കാൻ തുടങ്ങി. ആ ലൂക്കോസ് സുവിശേഷം 4-ാമത്തെ അധ്യായം 29-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ അവിടെ കാണുന്നൊരു കാര്യം, പള്ളിയിലുള്ളവരെല്ലാം കോപം നിറഞ്ഞവരായി എഴുന്നേറ്റ് യേശുവിനെ കൊണ്ടുപോയിട്ട് അവർ പണിത ഒരു മലയുടെ മുകളിൽ കൊണ്ടുപോയി തല കീഴായി താഴേക്ക് തള്ളിയിട്ട് കൊല്ലുവാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. പ്രസംഗിച്ചത് യേശുവാണല്ലോ. സാധാരണ ഒരു രീതിയിലുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാം. അപ്പോൾ യേശുവിൻ്റെ പ്രസംഗത്തിൻ്റെ രീതി അതായിരുന്നു. അപ്പോൾ അവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ കർത്താവ് പറയുന്ന ഒരു കാര്യം, എലീശയുടെ കാലഘട്ടത്തിൽ അനേക കുഷ്ഠരോഗികളുണ്ടായിരുന്നു, പക്ഷെ നയമാൻ മാത്രമേ സൗഖ്യമായുള്ളൂ. അതുപോലെ ഏലിയാവിൻ്റെ കാലഘട്ടത്തിൽ അനേക വിധവമാരുണ്ടായിരുന്നു, പക്ഷെ സീദോനോട് ചേർന്ന് സരാപ്തയിലുള്ള ഒരു വിധവയുടെ അടുക്കിലേക്കല്ലാതെ ഏലിയാവിനെ അയച്ചില്ല. ഈ രണ്ട് കാര്യങ്ങൾ അവിടെ പറയുന്നത്. അപ്പോൾ അതിനകത്ത് പറയുന്നുണ്ട്, വൈദ്യ നിന്നെ തന്നെ സൗഖ്യമാക്കുക എന്നൊരു ചൊല്ല് ഉണ്ടായെന്നൊക്കെ അവിടെ പറയുന്ന ഒരു ഭാഗമുണ്ട്. ഈ പ്രസംഗമാണ് യേശു പ്രസംഗിച്ചത്. ആ പ്രസംഗം കേട്ട് എല്ലാവരും കോപം നിറഞ്ഞ് എഴുന്നേറ്റു എന്ന് പറയുമ്പോൾ എല്ലാവരെയും സുഖിപ്പിക്കുന്ന ഒരു സന്ദേശമല്ല കർത്താവ് അവിടെ നൽകിയത്. മറിച്ച് അവർ നിത്യതയിലേക്ക് എത്തണം. നിത്യത ആണ് കർത്താവ് അവിടെ വാഗ്ദത്തം ചെയ്യണത്. എന്ന് വെച്ചാൽ നമ്മൾക്ക് എല്ലാവർക്കും ഇവിടെ ഒരു നാൾ ഇവിടെ നിന്ന് വിട്ടുപോകേണ്ടി വരാം. എബ്രായലേഖനത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. അപ്പോൾ ഒരിക്കൽ മരിക്കണം എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ മരിച്ചു കഴിഞ്ഞാൽ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരിടമുണ്ട്. അത് യോഹന്നാന്റെ സുവിശേഷം 14:1 പറയുന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ഭ്രമിക്കുകയും അരുത്. എന്നിൽ വിശ്വസിപ്പിൻ, ദൈവത്തിലും വിശ്വസിപ്പിൻ. എൻ്റെ പിതാവിൻ്റെ സന്നദ്ധിയിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ പറയുമായിരുന്നു, ഞാൻ പോയി ഒരുക്കിയാൽ പിന്നെയും വന്ന് എൻ്റെ അടുക്കൽ നിങ്ങളെ ചേർത്തുകൊള്ളും. അപ്പോൾ കർത്താവിൻ്റെ കാഴ്ചപ്പാടും കർത്താവിൻ്റെ ശുശ്രൂഷകൾ മുഴുവനും നിത്യത ഫോക്കസ് ചെയ്തിട്ടാണ്. അതുപോലെ പ്രവൃത്തികളുടെ പുസ്തകം 1-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്, അവൻ കഷ്ടം അനുഭവിച്ച ശേഷവും താൻ ജീവിച്ചിരിക്കുന്നു എന്ന അനേക ദൃഷ്ടാന്തങ്ങളിൽ കൂടി ശിഷ്യന്മാരെ ഉറപ്പിച്ച് പോന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ സമാനമായ ഒരു കാഴ്ചപ്പാട് എന്ന് വെച്ചാൽ എൻ്റെ താല്പര്യം കുറച്ച് പേരെ യഥാർത്ഥമായ വചനം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് അവരെ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കിയെടുക്കുക എന്നുള്ളതാണ്. ദേവദാസനോട് ചോദിച്ചത് എന്താണ് താലന്ത്, എന്താണ് അതിന് അവകാശപ്പെടാനുള്ളത് എന്ന് ചോദിച്ചാൽ, ഒന്നെനിക്കറിയാം, എനിക്ക് നന്നായി പ്രാർത്ഥിക്കാനറിയാം. സിൻസിയറായിട്ട് ഇപ്പോൾ ഒരു വിഷയം നമ്മോട് പറഞ്ഞാൽ ആ വിഷയം ഞാൻ എൻ്റെ ഡയറിയിൽ നോട്ട് ചെയ്ത് വെച്ച് പ്രാർത്ഥിക്കാമെന്ന് ഉറപ്പ് നൽകിയാൽ തീർച്ചയായിട്ടും ഞങ്ങളതിനു വേണ്ടി പ്രാർത്ഥിച്ചിരിക്കും. പാസ്റ്ററുടെ പ്രവർത്തന രീതികളെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? അതായത് സുവിശേഷ പ്രവർത്തനം, ഭവന സന്ദർശനം, വീട്ടുപ്രാർത്ഥനകൾ, ഇതിനെക്കുറിച്ചൊന്ന് പറയാമോ? തീർച്ചയായിട്ടും. സുവിശേഷ പ്രവർത്തനങ്ങൾ പറഞ്ഞാൽ ഞാനിപ്പോൾ ആയിരിക്കുന്ന സ്ഥലത്ത് ഞാൻ പറഞ്ഞല്ലോ, മൂവാറ്റുപുഴ അടുത്ത മൂടപൂര് എന്ന സ്ഥലത്താണ് ഞാൻ ആയിരിക്കുന്നത്. മിക്കവാറും അവിടെയുള്ള എല്ലാ വീടുകളിലും 1-2 വട്ടങ്ങളെങ്കിലും ഞങ്ങൾ കയറി ഇറങ്ങിയിട്ടുണ്ട്. അതുകൂടാതെ ഞങ്ങളൊരു ടീമായിട്ട് പരസ്യങ്ങൾ സംഘടിപ്പിച്ച് നടത്തുന്നുണ്ട്. ആദ്യം 2024 ആ സമയങ്ങളിലൊക്കെ എല്ലാ ആഴ്ചകളിലും ഒരു ദിവസം ഒരു ടീമായിട്ട് ഞങ്ങൾ പുറത്തുപോയി. ഞങ്ങൾ എറണാകുളം ജില്ലയുടെ പല ഭാഗങ്ങളിൽ, മിക്കവാറും ഭാഗങ്ങളിലൊക്കെ കടന്നുപോയി പരസ്യത്തിന് വേണ്ടി നടത്തിയിട്ടുണ്ട്. പിന്നീട് വന്നു കഴിഞ്ഞപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ഒരു ദിവസം ഞങ്ങൾ അന്ന് 2 വണ്ടി വേണം പോകാനായിട്ട്. അന്ന് 6 അല്ലെങ്കിൽ 7 പേരുണ്ടാകും. അപ്പോൾ വണ്ടിയിലടിക്കാനുള്ള ഇന്ധനം, ജനറേറ്ററിനുള്ള ഇന്ധനം, അതുപോലെ മറ്റുള്ളവരുടെ ഞങ്ങളുടെ ഭക്ഷണ ചെലവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്ന് എല്ലാ ആഴ്ചയിലും അങ്ങനെ വന്നു കഴിഞ്ഞ സമയത്ത് ഇത് ഞങ്ങൾക്ക് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഇതിൽ വന്നപ്പോൾ അത് അങ്ങനെ പെൻഡിങ് ആയിപ്പോയി. ഇപ്പോൾ ഞങ്ങൾ മാസത്തിലൊരു തവണ പരസ്യവും നടത്തുന്നുണ്ട്. പിന്നെ ഭവന സന്ദർശനം എന്ന് പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ അങ്ങനെ എല്ലാ വീടുകളിലും അങ്ങനെ പോകാറില്ല. പക്ഷേ ഈ പരസ്യത്തിൻ്റെ കൂടെയുള്ള ബന്ധത്തിൽ ചെല്ലുന്ന സമയത്ത് ആ ഏരിയകളിലുള്ള വീടുകളിലൊക്കെ പോകും. പിന്നെ ഞങ്ങളറിയാവുന്ന ആരെങ്കിലുമൊക്കെ
വീടുകളിലേക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിക്കുന്ന സമയത്ത് ഞങ്ങൾ അവിടെ പോയി ആ വീട്ടിൽ പോയിട്ട് വലിയ ഒരു കൂട്ടായ്മയല്ല, പക്ഷേ ആ വീടുമായി ബന്ധപ്പെട്ട് ഞങ്ങളെ അറിയാവുന്നവർ ഞങ്ങളെ വിളിക്കുമ്പോൾ ഞങ്ങൾക്കറിയാവുന്ന വചനം അവർക്ക് പങ്കുവെച്ച് പ്രാർത്ഥിച്ചു പോരുന്ന ഒരനുഭവം ഉണ്ട്. അതിന് ഞാനും എൻ്റെ ഭാര്യയും ഞങ്ങൾ കടന്നു പോകും. ഇപ്പോൾ ഞങ്ങളായിരിക്കുന്ന ഇടത്ത് ഒരു കൊച്ചു കൂട്ടായ്മയാണ്. അവിടെ ഏകദേശം ഒരു 30 പേര്, എല്ലാവരും വരികയാണെങ്കിൽ ഒരു 30 പേരുണ്ടാകും. എൻ്റെ കൂടെ അധ്വാനിക്കുന്ന ഒരു ദൈവദാസനുണ്ട്, 7 വർഷമായിട്ട് എൻ്റെ കൂടെ നിൽക്കുന്ന ഒരു ദൈവദാസനുണ്ട്, ചാർലി ഇപ്പോൾ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹവും ഞങ്ങൾ ഒരുമിച്ച് കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. പാസ്റ്ററുടെ ഭവനത്തിലുള്ള ആളുകളൊക്കെ ഇപ്പോഴും ഹൈന്ദവ വിശ്വാസത്തിൽ തന്നെയാണോ നിൽക്കുന്നത്, അതോ പാസ്റ്ററുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ആരെങ്കിലും രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ടോ? എൻ്റെ ഹൈന്ദവ വിശ്വാസത്തിലെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ അമ്മ ക്രിസ്ത്യാനിയായിരുന്നു. അപ്പം ഞങ്ങളെല്ലാം അന്ന് റോമൻ കത്തോലിക്ക വിശ്വാസത്തിലേക്ക് വന്നിരുന്നു. അപ്പം ഒത്തിരി എതിർപ്പുകളും ഒക്കെ ഉണ്ടായിരുന്നു. എൻ്റെ പിതാവിൻ്റെ സഹോദരൻ ഒരാളും സഹോദരിമാർ ഒത്തിരി പേരുണ്ട്. അപ്പോൾ അന്ന് ആ സമയങ്ങളിലൊക്കെ എതിർപ്പും പരസ്പരം വിദ്വേഷവും വഴക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എങ്കിലും പിന്നീട് വന്നപ്പോൾ ഞങ്ങൾ നല്ല സ്നേഹബന്ധത്തിലേക്കും ആവശ്യങ്ങളിലൊക്കെ വിളിക്കുന്ന സമയത്ത് പോകാനും കൂടാനൊക്കെ ഇടയാതൊക്കെ ഈ അനുഭവത്തിൽ വന്നതിന് ശേഷമാണ്. എൻ്റെ അച്ഛൻ്റെ അനിയൻ അദ്ദേഹം പ്രായത്തിൽ വന്ന് ക്ഷീണിതനായി തീർന്ന സമയങ്ങളിൽ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ അവസരം ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം തന്നെ നല്ല ഒരു തികഞ്ഞ ഹൈന്ദവ വിശ്വാസത്തിൻ്റെ അത് ഏറ്റവും മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു മകള് ഞങ്ങളുടെ അടുത്ത് വന്ന് ചില നാളുകൾ താമസിക്കുകയും അന്ന് യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുക മാത്രമല്ല സ്നാനപ്പെടുവാനും ഇടയായി തീർന്നിട്ടുണ്ട്. അതെൻ്റെ അച്ഛൻ്റെ സഹോദരൻ്റെ ഒരു മകളാണ്. പക്ഷേ ഇപ്പോൾ അവർ ആരാധനയ്ക്കൊന്നും പോകുന്നില്ല എന്നുള്ളതാണ് അറിവ്. പാസ്റ്ററുടെ ഈ ജീവിത വളർച്ചയിൽ പ്രധാനമായിട്ടും ഓർത്തെടുക്കുന്ന ചില മുഖങ്ങളുണ്ടല്ലോ. നമ്മളെ സഹായിച്ചവർ, നമ്മുടെ അധ്യാപകർ, അല്ലെങ്കിൽ നമ്മളെ ഈ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന ആളുകൾ, അതുപോലെ കുടുംബത്തിൽ നിന്നുള്ള സപ്പോർട്ട്, ഇങ്ങനെ ഓർത്തെടുക്കുമ്പോൾ പാസ്റ്റർ ഏറ്റവും കൂടുതൽ പാസ്റ്ററുടെ വിജയത്തിൽ കടപ്പെട്ടിരിക്കുന്ന ആരോടാണ്? ചില മുഖങ്ങളുണ്ടല്ലോ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ആളുകൾ, മറക്കാനാവാത്ത ചില മുഖങ്ങൾ നമുക്ക് ഓർമ്മയുണ്ടല്ലോ. തീർച്ചയായിട്ടും അവരെക്കുറിച്ചൊന്ന് പറയാമോ? തീർച്ചയായിട്ടും ഉണ്ട്. ഏറ്റവും കൂടുതൽ ഞാൻ കടപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് കടപ്പാടുള്ളത് എൻ്റെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ M.M. വർഗീസ് അവർകളാണ്. അദ്ദേഹം ഇന്ന് മൂക്കന്നൂർ താമസിക്കുന്നു. ഞങ്ങളെ വിശ്വാസത്തിൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഞങ്ങളെ വിശ്വാസത്തിൽ കൊണ്ടുവന്ന് ഞാൻ പലപ്പോഴും വിശ്വാസത്തിൻ്റെ പ്രാരംഭ സമയങ്ങളിലൊക്കെയും ഇന്ന് വഴുതിപ്പോയിട്ടുണ്ട്. വിശ്വാസമാർഗത്തിൽ നിന്ന് വഴുതിപ്പോയി പഴയ അവസ്ഥയിലേക്ക് പോയ സമയത്ത് മടുപ്പില്ലാതെ കൊണ്ടുവന്ന് ശാസിക്കേണ്ട സമയങ്ങളിൽ ശാസിക്കുകയും കരുതേണ്ട സമയങ്ങളിൽ കരുതുകയും സ്നേഹിക്കേണ്ട സമയങ്ങളിൽ സ്നേഹിച്ചും നിർത്തിയത് ആ ഒരു വ്യക്തിയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ആ ഒരു നിലവാരത്തിൽ ഞങ്ങളെ കണ്ടില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഞങ്ങളില്ല, വിശ്വാസത്തിൽ ഉണ്ടാകത്തില്ല. വിശ്വാസത്തിൽ മാത്രമല്ല, ചിലപ്പോൾ ഒരുപക്ഷെ ഈ ഭൂമിയിലും കടന്നു വരത്തില്ലായിരുന്നു. അത്രത്തോളം അദ്ദേഹം ഞങ്ങളെ കരുതിയ ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബം, അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്ന് മരിച്ചപ്പോൾ 2 വർഷം കഴിഞ്ഞു. അവരാണ് പ്രധാനപ്പെട്ട. പിന്നെ ഞങ്ങളുടെ ഈ വിശ്വാസ ജീവിതത്തിൽ ഇന്നും ഞങ്ങൾ നിലനിൽക്കുന്നത് പലരുടെയും സഹായം കൊണ്ടാണ്. അപ്പോൾ എനിക്ക് 3 മക്കളുണ്ടെന്ന് ഞാൻ പറഞ്ഞു. മൂത്ത ആൾ മോളാണ്. അവർ കർത്താവിൻ്റെ വേലയിലാണ്. ശക്തമായി കർത്താവ് ഉപയോഗിക്കുന്ന ഈ കാലഘട്ടത്തിൻ്റെ ശക്തനായ ഒരു ദൈവദാസനാണ്. രണ്ടാമത്തെ മകൻ അവനൊരു കമ്പനിയിൽ ജോലി ചെയ്യുന്നു. അവൻ കല്യാണം കഴിച്ചിരിക്കുന്നു. അങ്കമാലിക്ക് അടുത്ത് തുറവൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവനൊരു മകനുണ്ട്, 8 വയസ്സായി. മകൾക്ക് 3 കുട്ടികളെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഏറ്റവും ഇളയ മകൻ അവൻ വിവാഹം കഴിച്ചിരിക്കുന്നത് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് നിന്നാണ്. അവർ രണ്ടുപേരും ഇപ്പോൾ UK-യിലാണ്. പോയിട്ടിപ്പോൾ 5 വർഷമായി. 5 വർഷമായെങ്കിലും കുറേ നാളുകൾ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും ജോലി കിട്ടാനുള്ള പ്രയാസങ്ങളും തിരിച്ചു പോരേണ്ട ഘട്ടങ്ങളൊക്കെ ഉണ്ടായെങ്കിലും ദൈവം അവിടെ നിർത്തി. അതും ദൈവത്തിൻ്റെ ഒരു വാഗ്ദത്തം മുന്നമേ ഉണ്ടായിരുന്നു. അങ്ങനെ നിർത്തി.
ഇപ്പോൾ സ്ഥിരമായിട്ട് അവരൊരു ജോലിയിൽ പ്രവേശിച്ചിട്ട് ഏകദേശം ഒരു 2 വർഷത്തോളം ആകുന്നേ ഉള്ളൂ, വർഷം 6 ആയെങ്കിൽ കൂടിയും. അതൊന്ന്. ഈ സമയങ്ങളിലും അല്ലെങ്കിൽ ഇപ്പോൾ ഒത്തിരി ബാധ്യതകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഞങ്ങളുടെ എല്ലാ അവകാശങ്ങളും വിട്ടുപോയിരുന്നു. എല്ലാമെന്ന് വെച്ചാൽ ഈ ഭൂമിയിൽ സ്വന്തമെന്ന് പറയാൻ അല്ലെങ്കിൽ യാതൊരു വസ്തുവകളും ഞങ്ങൾക്കില്ലായിരുന്നു. ഇപ്പോഴും വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ഇപ്പോൾ ഞാൻ താമസിക്കുന്നത് 35ാമത്തെ വീട്ടിലാണ് വാടകയ്ക്ക് താമസിക്കുന്നത്. അപ്പോൾ അങ്ങനെ മുടവൂർ വന്ന് അങ്ങനെ ഒരു ദിവസം നിൽക്കുമ്പോൾ ഒരു 5 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ ചർച്ചിൻ്റെ തൊട്ടടുത്ത് ജോലി ചെയ്യുന്ന ഒരു സഹോദരനാണ്. അത് സഹോദരൻ എന്ന് പറയുമ്പോൾ അദ്ദേഹം പെന്തക്കോസ് വിശ്വാസിയൊന്നുമല്ല, അദ്ദേഹം യാക്കോബായ വിശ്വാസിയാണ്. അദ്ദേഹം ഒരു പ്ലോട്ട് അവിടെ വാങ്ങിച്ചിട്ടു, ഒരു 25 സെൻറ്റിൻ്റെ. അത് 3ആയിട്ട് തിരിച്ചു, 2, 9, ഒരു 7 ആയിട്ട്. അപ്പോൾ ഒരു 9ൻ്റെ ഒരു ഭാഗം വിറ്റു, ബാക്കി 2 പ്ലോട്ട് കിടക്കുക. ആ സമയത്ത് ഇദ്ദേഹത്തിന് എന്നെ നന്നായിട്ട് അറിയാം. അദ്ദേഹം അന്നും വിശ്വാസിയല്ല, ഇന്നും വിശ്വാസിയല്ല കേട്ടോ. ഇദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററേ, നിങ്ങളിവിടെ വന്നിട്ട് ഇത്രയും വർഷമായല്ലോ, നിങ്ങൾക്ക് ഒരു വീടില്ലല്ലോ. ഞാനിവിടെ ഒരു ഇത്തിരി സ്ഥലം വിൽപ്പനയ്ക്കിട്ടുണ്ട്. അതിൽ ഒരു 9 സെൻറ്റിൻ്റെ വിറ്റുപോയി, ബാക്കി ഒരു 9, ഒരു 7 കിടപ്പുണ്ട്. അതിൽ നിന്നൊരു പ്ലോട്ട് എടുക്കുക. ആ സമയത്ത് ഞങ്ങളുടെ മക്കളപ്പോൾ പോയിട്ടൊക്കെ ഒരുപാട് നാളുകളായിട്ടില്ല. കോവിഡ് കഴിഞ്ഞിട്ട് ആ കാലഘട്ടം 2020 പറയുന്നത്. ഞാൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ 1 രൂപ പോലും ഇല്ല, അങ്ങനെ ഒരു വസ്തു മേടിക്കാനുള്ള ഒരു സിറ്റുവേഷനിലല്ല. അപ്പോൾ പറഞ്ഞു, പാസ്റ്റർക്ക് ഞാൻ സ്ഥലം ആധാരം ചെയ്തു തരാം, പാസ്റ്റർ കയ്യിൽ പൈസ ഉണ്ടാകുന്ന സമയത്ത് എനിക്ക് അത് തന്നാൽ മതി എന്ന് പറഞ്ഞ് അദ്ദേഹം, ഞാനപ്പോൾ 7 സെൻറ്റ് എടുക്കാമെന്ന് വിചാരിച്ചു, പൈസ കൊടുക്കുന്നില്ലല്ലോ. അപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു, എന്തായാലും പൈസ തരുന്നില്ല, അപ്പോൾ 9 സെൻറ്റ് എടുക്കുക, അപ്പോൾ ഒരു വീട് വെച്ചാലും അല്പം സ്ഥലമൊക്കെ നമുക്ക് കാണും, അതുകൊണ്ട് ധൈര്യമായിട്ട് ഞാനത് ചെയ്തു തരാം എന്ന് പറഞ്ഞ് അദ്ദേഹം ധൈര്യത്തോടെ മുന്നോട്ട് വന്നു. അങ്ങനെ അദ്ദേഹം ആ 1 രൂപ പോലും കൊടുക്കാതെ, അദ്ദേഹം എന്നോട് ചോദിച്ചത് ആധാരം ചെയ്യാനുള്ള പൈസ ഉണ്ടോ, ഇല്ലെങ്കിൽ അതുകൂടെ സംഘടിപ്പിച്ച് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ആധാരം ചെയ്യാനുള്ള പൈസ മറ്റ് ചില വ്യക്തികളൊക്കെ സഹായിച്ച് ഞങ്ങൾ അത് ചെയ്തു. അങ്ങനെ 9 സെൻറ്റ് സ്ഥലം ഞങ്ങളുടെ പേർക്ക് അദ്ദേഹം ആധാരം ചെയ്തു തന്നു. പിന്നീട് ആ പൈസ ഞങ്ങൾ ഒരു ലോണൊക്കെ എടുത്ത് അദ്ദേഹം ഇത് കൊടുത്തു. അത് 5 വർഷങ്ങൾക്ക് ശേഷമാണ് ആ പൈസ കൊടുത്തത്. അതിൻ്റെ പൂർത്തീകരണം ഇപ്പോൾ ഒരു ചില മാസങ്ങൾക്ക് മുമ്പ് അവിടുത്തെ അടുത്തുള്ള ഒരു സൊസൈറ്റിയിൽ നിന്ന് ഒരു ലോൺ എടുത്ത് ഞങ്ങൾ അത് കൊടുത്തു. ഇപ്പോൾ അതിൻ്റെ ലോൺ അടച്ചിട്ടില്ല, എങ്കിലും അതിൻ്റെ പലിശയൊക്കെ ഞങ്ങൾ അടച്ചു പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു 9 സെൻറ്റ് സ്ഥലം ഇപ്പോൾ ഞങ്ങൾക്കുണ്ട്. അദ്ദേഹത്തെ ഞങ്ങൾക്ക് മറക്കാൻ പറ്റില്ല. കാരണം ഇന്നത്തെ ഈ സാഹചര്യത്തിൽ നമ്മളുടെ ഏറ്റവും അടുത്ത സ്വന്തം ബന്ധങ്ങൾ പോലും ഒരു 1000 രൂപ പോലും വായ്പ തരാത്ത സന്ദർഭത്തിൽ ആ മനുഷ്യൻ 1 രൂപ പോലും വാങ്ങാതെ എനിക്ക് ആ സ്ഥലം എഴുതി തരാനായിട്ട് തയ്യാറായിരുന്നുള്ളൂ. അദ്ദേഹത്തെ മറക്കാൻ പറ്റില്ല. പിന്നെ ഞങ്ങൾ ഒത്തിരി പേരുണ്ട് ഞങ്ങളെ ആത്മാർത്ഥമായി സഹായിച്ച് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഘടകമായി മാറിയ ഒത്തിരി കുടുംബങ്ങൾ ഇപ്പോഴും ഉണ്ട്. പക്ഷെ നമുക്ക് അവരാരും പേര് എടുത്ത് പറയാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം അങ്ങനെ ഒത്തിരി പേരുണ്ട്. എന്നുവെച്ചാൽ ഞാനിതിപ്പോൾ സംസാരിക്കുമ്പോൾ തന്നെ എൻ്റെ ഹൃദയത്തിൽ അവരുടെയൊക്കെ മുഖങ്ങളുണ്ട്. ഹൃദയത്തിൽ മാത്രമല്ല, എന്നും ഞങ്ങളുടെ പ്രാർത്ഥനയിലും ഉള്ള ഒരു വിഷയങ്ങൾ തന്നെയാണ്. ഇന്നും ഞങ്ങൾ ആ നിലവാരത്തിലാണ് പോകുന്നത്. എങ്കിലും കഴിഞ്ഞ കാലങ്ങളിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഇല്ല. കാരണം ഒരു ചെറിയ തുക മോൻ അയച്ചു തരും. അപ്പോൾ ഞങ്ങളതിൻ്റെ രീതി അനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തി അങ്ങനെ ചെറിയ രീതിയിലൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഈ സഭയുണ്ട്. പക്ഷേ ഈ കാലഘട്ടങ്ങളിൽ പാസ്റ്ററുടെ ജീവിതാനുഭവം വളരെ ഹൃദയസ്പർശിയായിട്ടുള്ളതാണ്. വളരെ ഒരു മദ്യപാനിയായിരുന്നു, മദ്യപാനത്തിൽ നിന്ന് വിടുതൽ ലഭിച്ചു. ഇതുപോലെ ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിൽ മദ്യപാനത്തിനും ലഹരിക്കും അടിമകളായി ജീവിക്കുന്നവരുണ്ട്. കുടുംബസമാധാനം നഷ്ടപ്പെട്ട ആത്മഹത്യകൾ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഈ കാലഘട്ടങ്ങളിൽ സുവിശേഷം ഇവരോടൊക്കെ പങ്കുവെക്കേണ്ട ഒരു ആവശ്യകത എന്താണ്? പല പ്രതിസന്ധികളും സുവിശേഷം പങ്കുവയ്ക്കുന്നതിൽ നിന്ന് നമുക്ക് ഉണ്ടാകാറായിട്ടുണ്ട്. എന്നാൽ അതിനെയൊക്കെ എതിർത്തുകൊണ്ട് ശക്തമായ രീതിയിൽ ഈ സുവിശേഷ പ്രവർത്തനങ്ങൾ സുവിശേഷകന്മാർ ചെയ്യുന്നു. അതിൻ്റെ ആവശ്യകത എന്താണ്? സുവിശേഷത്തിന് മാത്രമേ ഒരു മനുഷ്യനെ രൂപാന്തരത്തിലേക്ക് വരുത്താൻ കഴിയത്തുള്ളൂ. അത് തർക്കമില്ലാത്ത കാര്യമാണ്. പക്ഷേ ഈ സുവിശേഷം നമ്മൾ ഇപ്പോൾ ഒരു മദ്യപിച്ച് ബോധം നശിച്ച് നിൽക്കുന്നവൻ്റെ അടുത്ത് ചെന്നിട്ട് അവനോട് നമുക്ക് സുവിശേഷം പറയാനായിട്ട് ചിലപ്പോൾ സാഹചര്യം കിട്ടിയെന്ന് വരത്തില്ല.
പക്ഷെ അവനെ ഈ മദ്യം കഴിച്ച് അബോധാവസ്ഥയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അതിൻ്റെ ഒരു 2-3-4 സ്റ്റേജ് കൊണ്ടാണ് നിരന്തര മദ്യപാനിയായിട്ട് മാറുന്നത്. ഞാൻ മദ്യം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തെന്ന് പറഞ്ഞാൽ എനിക്ക് രാവിലെ 5 മണിക്കെങ്കിലും എനിക്ക് കഴിക്കണം. കാരണം അല്ലെങ്കിൽ എൻ്റെ കൈ ഇറന്ന് വിറയ്ക്കുന്ന ഒരു അനുഭവമൊക്കെ ആയിരുന്നു. കൈകാലുകൾ വിറയ്ക്കുമായിരുന്നു. അത് തന്നെയല്ല അതുപോലുള്ള കൂട്ടുകെട്ടുകളും. അന്നത്തെ അങ്കമാലിയിൽ പ്രമുഖ ഗുണ്ടാ സംഘങ്ങളുമായിട്ടൊക്കെ ആയിരുന്നു അന്നത്തെ കൂട്ടുകെട്ടുണ്ടായിരുന്നു. അപ്പം ഒരു മദ്യപിക്കുന്ന ഒരു മനുഷ്യൻ്റെ അടുത്തേക്ക് പെട്ടെന്നൊരാൾ വന്നിട്ട് അവനെ ഉപദേശിക്കാനോ അല്ലെങ്കിൽ അവനൊരു നല്ല വഴി പറഞ്ഞു കൊടുക്കാനോ ആരും തയ്യാറാകത്തില്ല. ഇപ്പോൾ വഴിയിൽ വീണ് കിടന്നാൽ പോലും ആളുകളുടെ ചിന്ത ഒരു കുഴപ്പമില്ല, നന്നായേ ഉള്ളൂ, അവനത് വേണം, ആര് പറഞ്ഞാലും കേൾക്കത്തില്ല എന്നുള്ളൊരു മനോഭാവമായിരിക്കും. വാസ്തവത്തിൽ ഈ മദ്യപാനി അങ്ങനെ ആ ഒരു സ്റ്റേജിലായിരിക്കുന്ന ഒരു മദ്യപാനി എന്ന് പറയുമ്പോൾ അത് ശരിക്കും പറഞ്ഞ ഒരു മാനസിക രോഗത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് അത് അങ്ങനെ ആയിത്തീരുന്നത്. പിന്നെ ആ വ്യക്തിയെ നമ്മൾ തിരികെ കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ ഒത്തിരി പ്രയാസമുള്ള കാര്യമാണ്. അടിക്കടി ചെന്ന് കാണുകയും സ്നേഹത്തോടെ ഇടപഴകുകയും സുവിശേഷം അവർക്ക് പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്താൽ പോലും മാറി വരാനൊക്കെയും ധാരാളം സമയമെടുക്കും. അപ്പം എൻ്റെ ഒരു ഇതനുസരിച്ച് ഞാൻ പറയുന്നത് നമ്മൾ അങ്ങനെ ഉള്ള ആളുകളെ കണ്ടെത്തി അവരെ കൊണ്ടുവന്ന് ഒരു താമസിപ്പിച്ച് അവരെ ആ ഒരു നിലവാരത്തിലേക്ക് മാറ്റിയെടുക്കാനുള്ളൊരു സംവിധാനമൊക്കെ നമ്മളുടെ വിശ്വാസകോളത്തിൽ ആരെങ്കിലും എന്നുവെച്ചാൽ നമ്മുടെ വിശ്വാസകോളത്തിൽ സാമ്പത്തികമുള്ള സംഘടനകളൊക്കെ ധാരാളമുണ്ട്. അങ്ങനെയൊക്കെ ചെയ്തെടുത്താൽ അത് വളരെ നല്ല കാര്യങ്ങളാണ്. കാരണം അവരെ നമ്മൾ സ്നേഹിക്കുകയും അവരെ കരുതുകയും അല്ലെങ്കിൽ അവരെ തകർന്നിരിക്കുന്ന കുടുംബങ്ങളിൽ അവരെ കുഞ്ഞുങ്ങൾക്ക് ഒക്കെ നമ്മൾ ചെന്ന് സന്ദർശിക്കുകയും ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചെറിയ സഹായമൊക്കെ ചെയ്തു കൊടുക്കാനായിട്ട് ചെന്ന് കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് അവരുമായിട്ട് ഇടപഴകാൻ പറ്റത്തുള്ളൂ. പക്ഷെ അങ്ങനെ പറ്റുന്ന ഒരു സാഹചര്യം നമ്മുടെ ഇടയിലുണ്ടോ എന്ന് സംശയം. വെറുതെ നമ്മളിപ്പോൾ ഇന്ന് സുവിശേഷം പറയുന്നു, ഓക്കെ, സുവിശേഷം പറഞ്ഞ് അവരുടെ ജീവിതത്തിൽ ഒരു കരുതലോ ഒരു സ്നേഹത്തിൻ്റെ ഒരു തലോടലോ നമുക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പെട്ടെന്ന് അവരെ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ വളരെ പ്രയാസമാണ്. അത് എൻ്റെ ജീവിതാനുഭവം വെച്ചിട്ടാണ് ഞാനീ പറയുന്നത്. ഞങ്ങളെ അങ്ങനെ നിലനിർത്താൻ ഒരാളുണ്ടായിരുന്നു. ഓക്കെ, പാസ്റ്റർ ഒരുപാട് ത്യാഗം സഹിച്ചു, പട്ടിണി അനുഭവിച്ചു, സാമ്പത്തിക പ്രതിസന്ധികൾ അനുഭവിച്ചു. അപ്പോൾ ഇത്രയും വലിയൊരു കഠിന ശോധനയിലൂടെ ഇത്രയും വലിയൊരു അനുഭവത്തിലൂടെ കടന്നു വന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഈ സുവിശേഷ വേലയിലേക്ക് ഇറങ്ങുന്ന പുതുതലമുറയോട് പാസ്റ്ററുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് എന്താണ് ഒരു സന്ദേശം പറയാനായിട്ടുള്ളത്? പുതുതലമുറയോട് പറയാനാണെങ്കിൽ സുവിശേഷത്തിന് വേണ്ടി യഥാർത്ഥമായി നിൽക്കുക എന്ന് വെച്ചാൽ വചനത്തിൽ നിന്ന് മാറാതെ, വചനത്തിൽ മാറാതെ എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത് നമുക്ക് സാക്ഷ്യമായിട്ടുണ്ടാകണം. പ്രസംഗിക്കാൻ നമുക്ക് കഴിയും, പഠിക്കാൻ കഴിയും, പഠിപ്പിക്കാൻ കഴിയും. പക്ഷെ ജീവിതം അതുമായി നിലനിർത്തി കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ്. ഇന്ന് സുവിശേഷ വേലക്കാർ ധാരാളമുണ്ട്. പല വിധത്തിലുള്ള ശുശ്രൂഷകളുണ്ട്. ആളുകൾക്ക് ഏത് വിധത്തിലുള്ള ശുശ്രൂഷകൾ അനുഭവിക്കാനുള്ള അവസരങ്ങളുണ്ട്. ഇപ്പം നമ്മുടെ വിവാഹങ്ങൾക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഇഷ്ടമുള്ള ഭക്ഷണം തേടി നമ്മളൊരു പാത്രം എടുത്തുകൊണ്ട് പോയിട്ട് നമുക്ക് ശേഖരിച്ച് കഴിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളാണ്. നമുക്ക് ഇഷ്ടമുള്ളത് കഴിക്കാം. ബൊഫേ സിസ്റ്റമാണ്. ഏത് വേണം, സീ ഫുഡ് വേണമെങ്കിൽ അങ്ങനെ, മട്ടൺ വേണമെങ്കിൽ അങ്ങനെ, ചിക്കൻ്റെ പല വെറൈറ്റികൾ വേണമെങ്കിൽ അങ്ങനെ എന്നതുപോലെ ആളുകൾക്ക് ഇഷ്ടമുള്ള തരത്തിൽ പോയി ആരാധിക്കാം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. അതിനകത്ത് ഒരു വേർപാടോ അല്ലെങ്കിൽ മറ്റുള്ള വിശുദ്ധിയോ ഒക്കെ പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് വലിയ ഒരു പ്രയാസമുള്ള കാര്യമാണ് നമുക്ക് പറയാനായിട്ട്. ഇങ്ങനെ പബ്ലിക്കാണല്ലോ അത്. പക്ഷെ എങ്കിലും എനിക്ക് പറയാനുള്ള ഒരു അഡ്വൈസ്, പഴയ നിയമത്തിൽ യോസേപ്പ് എന്ന് പറഞ്ഞൊരു കഥാപാത്രമുണ്ട്. 17 വയസ്സുള്ള സമയത്ത് അവൻ ദർശനം കണ്ടവനാണ്. വാസ്തവത്തിൽ അവൻ കണ്ട സ്വപ്നത്തിൻ്റെ അർത്ഥം പോലും അവനറിയില്ല. അവൻ സ്വപ്നം കണ്ടപ്പോൾ ആദ്യം ചെന്ന് ചോദിക്കുന്നത് തൻ്റെ സഹോദരങ്ങളോടാണ്. ചേട്ടാ ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. സ്വപ്നത്തിൽ നമ്മളെല്ലാവരും കൊയ്ത്തിന് വേണ്ടി ഇറങ്ങിയിരിക്കുന്നു. എല്ലാവരും കൊയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ കറ്റ മാത്രം ഉയർന്നു നിൽക്കുന്നു.
നിങ്ങളുടെ എല്ലാം കറ്റകൾ അതിൻ്റെ മുമ്പിൽ കുമ്പിട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ആ സ്വപ്നത്തിൻ്റെ അർത്ഥം വിവരിക്കുന്നത് എൻ്റെ സഹോദരന്മാരാണ്. അവർ പറയും, ഞങ്ങളെല്ലാവരും ഒന്ന് നിന്നെ കുമ്പിടാൻ വരുമോ എന്നവർ ചോദിക്കുന്നത്. വീണ്ടും അതിന് സമാനമായ ഒരു സ്വപ്നം അടുത്ത ദിവസം വീണ്ടും യോസഫ് കാണുകയാണ്. അപ്പോൾ ഇനി സഹോദരങ്ങളോട് പറയണ്ട, പിതാവിനോട് പറയാം. പിതാവിനോട് എന്ന് പറഞ്ഞപ്പോൾ അതുപോലെയുള്ളൊരു ഉത്തരമാണ് അവന് ലഭിച്ചത്. പക്ഷേ തളർന്നു പോകാതെ ആ സഹോദരന്മാരാൽ വിൽക്കപ്പെട്ടവനായി സാഹചര്യങ്ങൾ മാറി അന്യദേശത്ത് അവൻ ചെല്ലുന്നിടത്ത് അവനൊരു വലിയ സ്വാതന്ത്ര്യം കിട്ടി. ഒരു വലിയ ഭവനത്തിൽ അടിമയായാണ് ചെന്നതെങ്കിൽ കൂടിയും ആ ഭവനത്തിൻ്റെ യജമാനത്തിയുടെ ഇംഗിതത്തിന് അവൻ നിന്നിരുന്നു എങ്കിൽ വേണമെങ്കിൽ ആ വീടിൻ്റെ ഉടമസ്ഥനായി തീരുവാനുള്ള സാഹചര്യം വരെ അവൻ്റെ മുമ്പിലുണ്ടായിരുന്നു. പക്ഷേ വിശുദ്ധിക്ക് വേണ്ടി തൻ്റെ താൽക്കാലിക സന്തോഷത്തെ ഉപേക്ഷിച്ച് നിന്ന ഒരു യോസെഫിനെ കാണാൻ കഴിയും. അതുപോലെ ഇന്നത്തെ യുവതലമുറ ജീവിത സാക്ഷ്യവുമായിട്ട് നമ്മൾ നിന്നാൽ നമ്മളുടെ പ്രസംഗത്തെക്കാൾ ഉപരി അല്ലെങ്കിൽ നമ്മുടെ പഠിപ്പിക്കലേക്കാൾ ഉപരി നമ്മുടെ ജീവിതം മറ്റുള്ളവരെ സ്വാധീനിക്കാനായിട്ട് ഇടയായിത്തീരും. കാരണം ഇന്നിപ്പോൾ ഒരു രഹസ്യമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്ന ഒരു കാലഘട്ടം അല്ലെന്നുള്ളതാണ്. കാരണം സോഷ്യൽ മീഡിയയൊക്കെ വളരെ ശക്തമാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചെറിയ ഒരു മൈന്യൂട്ടായ ഒരു കാര്യങ്ങൾ ഉണ്ടായാൽ പോലും അതിനെ പെരുപ്പിച്ച് ആ ഭാഗത്തെ അപഹാസ്യമാക്കി കളയാനും അല്ലെങ്കിൽ അതിനെ അഭിനന്ദനാർഹമായി കൊണ്ടുവരാനൊക്കെയും കഴിവിട്ട ഒരു കാലത്തിൽ തന്നെ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ നടുവിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളതും ബലപ്പെട്ടതുമായിട്ടുള്ളത് അവനവൻ്റെ ജീവിത സാക്ഷ്യമാണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഇന്ന് സുവിശേഷ വേലയ്ക്ക് വേണ്ടി നിൽക്കുന്ന ചെറുപ്പക്കാർ, അപ്പം അവർക്ക് ചെയ്യാവുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, അവരുടെ ജീവിത സാക്ഷ്യം നിലനിർത്തുക. യേശുവില്ലാതെയും സുവിശേഷ വേല ചെയ്യാം, യേശുവിനെ കൂട്ടിയും സുവിശേഷ വേല ചെയ്യാം. മത്തായി സുവിശേഷം 7-ാമത്തെ അധ്യായം 23-ാമത്തെ വാക്യത്തിൽ അവിടെ ഒരു വിഭാഗം ചെന്ന് കർത്താവിനോട് പറയുന്നത്, കർത്താവേ, നിൻ്റെ നാമത്തിൽ ഞങ്ങൾ രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി, അത്ഭുതങ്ങൾ ചെയ്തു, വീര്യപ്രവർത്തികൾ ചെയ്തു. കർത്താവ് അവരോട് പറയുന്നത്, ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല. പക്ഷെ അവർ പ്രവർത്തികൾ ചെയ്തു. യേശുവിൻ്റെ നാമത്തിലാണ് ഇത് എല്ലാം നടന്നു, കാര്യങ്ങളെല്ലാം ചെയ്തു. പക്ഷേ എന്താണ്, യേശുവില്ലാത്ത ഒരു പ്രവർത്തനമാണ് അവിടെ നടന്നത്. അപ്പോൾ യേശുവില്ലാതെയും പ്രവർത്തനങ്ങൾ നടക്കും, യേശുവിനോട് കൂടെയും യേശുവിനോട് ചേർന്നും പ്രവർത്തനങ്ങൾ നടത്തുവാനായിട്ട് കഴിയും. യേശുവിനോട് ചേർന്ന് നടത്തുന്ന പ്രവർത്തനങ്ങൾ അവരെ കർത്താവ് വിഭാവനം ചെയ്ത കർത്താവിൻ്റെ മെസ്സേജ് അതായിരുന്നു, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. ആ സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവരെ താൻ ഇനിയും ചേർക്കാൻ വേഗം വരുമെന്ന് അവിടുന്ന് അരുളി ചെയ്തു. ആ ഒരു നിലവാരത്തിലേക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു വ്യക്തിയെ നമുക്ക് എത്തിക്കണമെങ്കിൽ നമ്മുടെ ജീവിതം വളരെ പ്രധാനമാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ഒരു സന്ദേശം. ഇനി ഭാഷയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് പൊതുജനം അറിയണം എന്ന് ആഗ്രഹിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? പല കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. ഭാഷയുടെ അനുഭവ സാക്ഷ്യം, രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നതും സുവിശേഷ വേലയിലുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചും ഒക്കെ സംസാരിച്ചു. ഇനി എന്തെങ്കിലും ജീവിതത്തിൽ മറക്കാനാവാത്ത സംഭവങ്ങളോ അല്ലെങ്കിൽ സുവിശേഷ വേലയിൽ പാസ്റ്റർ ചെയ്തിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചോ എന്തെങ്കിലും പൊതുജനം അറിയണം എന്നാഗ്രഹിക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ പാസ്റ്റർക്ക് പറയാം. പൊതുജനങ്ങൾ അറിയണമെന്ന് പൊതുജനങ്ങൾക്ക് നമ്മളിപ്പോൾ ശുശ്രൂഷകന്മാർക്ക് നമ്മളിപ്പം ഒരു ഉപദേശം കൊടുക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇതിൽ കേൾക്കുന്നവരൊക്കെ എന്നേക്കാൾ ശക്തന്മാരും എന്നേക്കാൾ കഴിവുള്ളവരും ശ്രേഷ്ഠന്മാരുമായ ആളുകളായിരിക്കും ഒരു പക്ഷേ ഇത് കേൾക്കുന്നത്. എങ്കിൽ കൂടിയും ഇന്ന് കർത്താവ് പറഞ്ഞ ഒരു വചനത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ എൻ്റെ ശിഷ്യന്മാരെന്നറിയപ്പെടും. ആ ശിഷ്യത്വത്തിൽ നിന്നുകൊണ്ട് പരസ്പരം സ്നേഹിച്ച് ആത്മാവിൻ്റെ ഫലം ഉൾക്കൊണ്ടവരായി സ്നേഹം, സന്തോഷം, സമാധാനം, ദയ, പരോപകാരം, ദീർഘക്ഷമ, സൗമ്യത, വിശ്വസ്തത, ഇന്ദ്രിയജയം. ആ ആത്മാവിൻ്റെ ഫലം ഒരുവനിൽ കണ്ടാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ക്രിസ്തുവിലേക്ക് അവരെ അടുപ്പിക്കുന്നതായിട്ട് മാറുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഞാനൊരു സാക്ഷ്യം ഒരിക്കലും ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഒരു ഹൈന്ദവ സഹോദരൻ, അദ്ദേഹം ഒരു ഗവൺമെൻറ് ജോലിക്കാരനായിരുന്നു. അദ്ദേഹം പല ഓഫീസുകളിൽ മാറി മാറി ജോലി ചെയ്തിട്ടുണ്ട്. അവസാനം ഒരു നാൾ അദ്ദേഹം ഒരു വിശ്വാസിയായിരുന്നു. അദ്ദേഹം വിശ്വാസിയായിരുന്ന ഒരു ദേഹമായിരുന്നു.
പലയിടങ്ങളിൽ അദ്ദേഹം മാറി മാറി ജോലി ചെയ്തിട്ടുണ്ട്. അവസാനം അദ്ദേഹം താൻ പ്രിയം വെച്ച നിത്യതയിൽ ചേർക്കപ്പെടുവാനിടയായി തീർന്നു. അദ്ദേഹത്തിൻ്റെ മരണവാർത്ത അറിഞ്ഞ് അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന അദ്ദേഹത്തിൻ്റെ ഒരു സ്നേഹിതൻ ആ ശവസംസ്കാര ശുശ്രൂഷയിലേക്ക് കടന്നു വന്നു. അവിടെ ആർക്കും അദ്ദേഹത്തെ പരിചയമില്ല. അവിടെ ആ ശുശ്രൂഷകൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ അധ്യക്ഷം വഹിക്കുന്ന വ്യക്തിയോട് അദ്ദേഹം ചോദിച്ചു, ചില മിനിറ്റുകൾ എനിക്ക് തരുമോ? അങ്ങനെ അനുവദിച്ച സമയത്തിൽ കയറി നിന്നുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഈ മനുഷ്യനും ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ ഒത്തിരി സ്ഥലങ്ങളിൽ ഞങ്ങൾ ജോലി ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹം ഒരു വിശ്വാസിയായിരുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ഒത്തിരി നാളുകൾ ഇദ്ദേഹവുമായി ഒരുമിച്ച് ജോലി ചെയ്തിട്ട് ഉണ്ട് എങ്കിൽ കൂടിയും ഒരു ദിവസം പോലും ഇദ്ദേഹം ക്രിസ്തുവിനെക്കുറിച്ചോ അല്ലെങ്കിൽ താൻ ഉൾപ്പെട്ട് നിൽക്കുന്ന പ്രസ്ഥാനത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ആ വിശ്വാസത്തെക്കുറിച്ചോ ഞങ്ങളോട് സംസാരിച്ചിട്ടില്ല. എന്നിട്ട് അദ്ദേഹം കൂട്ടിച്ചേർത്തു, പക്ഷേ ഇന്ന് ഞാനൊരു ക്രിസ്തു വിശ്വാസിയാണ്. അതിൻ്റെ കാരണം ഇദ്ദേഹത്തിൻ്റെ ജീവിതമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ കൃത്യനിഷ്ഠ, ജോലിയോടുള്ള താല്പര്യം, അദ്ദേഹത്തെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളിൽ അതിൻ്റെ നിർവഹണം, ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ രീതികൾ എല്ലാം മാറി നിന്ന് നോക്കിയപ്പോൾ അത് ഞങ്ങളെ സ്വാധീനിച്ചു. അപ്പോൾ ഇത് എന്തുകൊണ്ട് ഇത്ര സഹനത്തോടെ അല്ലെങ്കിൽ എല്ലാവരെയും ആ സ്നേഹത്തോടെ സമാധാനത്തോടെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നു ഞങ്ങൾ ചിന്തിച്ചപ്പോൾ ഒറ്റ കാര്യം മനസ്സിലായി, അദ്ദേഹം ഒരു ക്രിസ്തു വിശ്വാസി ആയതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത് സാധ്യമായിത്തീരുന്നത്. അങ്ങനെ ഞാൻ ഇന്നൊരു വിശ്വാസിയാണ്. ഈ കിടക്കുന്ന സഹോദരൻ്റെ ജീവിതമാണ് ഞങ്ങളെ അതിലേക്ക് വഴിവെച്ചത് എന്ന് ആ മനുഷ്യൻ പറയാനിടയായിത്തീർന്നു. ഒരുപക്ഷെ ഇപ്പം എന്നെ ഈ കേൾക്കുന്ന പലരും ഒരുപക്ഷെ ഇത് കേട്ട് കാണാൻ സാധ്യതയുള്ള ഒരു സാക്ഷ്യമാണ്. എങ്കിൽ കൂടി ഞാനിതോട് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് അനവധി പ്രസ്ഥാനങ്ങളുണ്ട്, സ്വതന്ത്ര സംഘടനകളുണ്ട്, പലരും പല മേഖലകളിൽ കർത്താവിൻ്റെ വയൽ പ്രദേശത്ത് അധ്വാനിക്കുന്ന ധാരാളം പ്രിയപ്പെട്ടവരുണ്ട്. പക്ഷേ സ്നേഹത്തോടെ ഐക്യതയോടെ ആ ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്നവരായി മുന്നോട്ട് പോയാൽ ഇന്നും കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ വിശാലതയ്ക്ക് വേണ്ടി ആളുകളെ നമുക്ക് സ്വാധീനിക്കുവാനും നേടുവാനും കഴിയും എന്നുള്ളതാണ് എനിക്ക് പറയുവാനുള്ളത്. പാസ്റ്ററുടെ സുവിശേഷ പ്രവർത്തനങ്ങളിലും പാസ്റ്ററുടെ വിജയത്തിലും പാസ്റ്ററുടെ ജീവിത പങ്കാളിയുടെ അതായത് ആൻറ്റിയുടെ സംഭാവനകൾ എത്ര വലുതാണ്? ഉത്തമയായ ഭാര്യ എന്ന് നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ എല്ലാ നിലവാരത്തിലും ശാന്തമായ ഒരു അനുഭവം എന്നായിരിക്കും പലരും പ്രതീക്ഷിക്കുന്നത്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ഒരു നായയെ വില കൊടുത്ത് വാങ്ങിച്ചാൽ, വില കൂടിയ ഒരു നായയെ വാങ്ങിച്ചു, ചിലപ്പോൾ 1, 2 അല്ലെങ്കിൽ 2, 3 ലക്ഷം രൂപ കൊടുത്ത് വില കൂടിയ ഒരു നായയെ വാങ്ങിച്ചു. അതിനെ കൊണ്ടുവന്ന് വീട്ടിൽ നമ്മൾ വളർത്തുന്ന സമയത്ത് അതാര് വന്നാലും കുരയ്ക്കത്തില്ല, മിണ്ടത്തില്ല, ഒരു ഭാഗത്ത് ചുരുണ്ടുകൂടി കിടന്നാൽ പിന്നെ അതിൻ്റെ നായയുടെ പ്രയോജനമില്ലല്ലോ. എന്നതുപോലെ കുടുംബജീവിതത്തിൽ ഞങ്ങൾ നല്ല ബന്ധമാണ്. അപ്പോൾ തന്നെ ഞങ്ങൾ പരസ്പരം പല കാര്യങ്ങളിലും കലഹിക്കാറുണ്ടെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാവാറുണ്ട്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ എൻ്റെ സുവിശേഷ വേലയിൽ വാസ്തവത്തിൽ ഈ തക്ക തുണ എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാ പോരായ്മകളും മനസ്സിലാക്കി അതിനോട് ഇഴുകിച്ചേർന്ന് പോകുന്ന ഒരു അനുഭവം. അപ്പം എൻ്റെ ജീവിതത്തിൽ ഏതെല്ലാം തരത്തിലുള്ള ബലഹീനതയുണ്ടോ അല്ലെങ്കിൽ എൻ്റെ ഭാഗത്ത് ഏതെല്ലാം തരത്തിലുള്ള വീഴ്ചകളുണ്ടോ അതിനൊക്കെ സപ്പോർട്ടായിട്ട് നിന്നു, ഇതുവരെയും നിന്നു. ഈ 1985 ഒരു ഫെബ്രുവരി 11 ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞത്. 41 വർഷം ഞങ്ങൾ പൂർത്തീകരിച്ചു. ഇതിനിടയിൽ ഒത്തിരി ദുഃഖങ്ങളും ഞെരുക്കങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ കടന്നു വന്നിട്ടുണ്ട്. ആ സമയങ്ങളിലൊക്കെ ഇന്നത്തെ എൻ്റെ നിലവാരത്തിൽ ഞാൻ എത്തി നിൽക്കുന്ന ഇപ്പോഴത്തെ ഈ പൊസിഷനിൽ ഏറ്റവും കൂടുതൽ എനിക്ക് കൈത്താങ്ങായി നിന്നതും എല്ലാ കാര്യത്തിലും
തുണയായി നിന്നതും എൻ്റെ ഭാര്യ മേരി തന്നെയാണ്. ആ കാര്യത്തിൽ പറയുന്നതിൽ വിഷമമൊന്നുമില്ല. എന്ന് വെച്ചപ്പോൾ ഞങ്ങൾ പല സമയങ്ങളിലും അഭിപ്രായ ഭിന്നതയൊക്കെ കടന്നു വരും. അവളെ ഞാൻ വഴക്ക് പറയും. അത് ഒരു കുടുംബജീവിതത്തിൻ്റെ ഭാഗമാണ്. അത് നീണ്ടു നിൽക്കുന്ന ഒരു കാര്യങ്ങളല്ല. അതൊന്നും ഇല്ല, ഞങ്ങൾ വളരെ മാതൃകാപരമാണ് എന്ന് പറയുന്ന പോലെയല്ല. ഒരിക്കലും ഒരു കഥ ഞാൻ എൻ്റെ പ്രസംഗത്തിൽ ഞാൻ സഭയിലൊക്കെ പറയാറുള്ളൊരു കാര്യമാണ്. ഒരു ഭാര്യ ഭർത്താക്കന്മാർ അവർ 50 വർഷം ജീവിച്ചു. മാതൃകാ ദമ്പതികളായ ഗ്രാമത്തിൽ ജീവിച്ചു. ഗ്രാമവാസികൾക്കൊക്കെ വളരെ അത്ഭുതമായി. ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ 50 വർഷം ജീവിച്ച ഇവർക്കൊരു അനുമോദനം കൊടുക്കണം, അവരെ ഒന്ന് ആദരിക്കണം എന്ന് അവിടെയുള്ള റെസിഡൻഷ്യൽ അസോസിയേഷനുകൾ തീരുമാനിച്ച് അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കി പത്രപ്രതിനിധികളും ആളുകളൊക്കെ വന്നു. ഇത് ഭയങ്കര അത്ഭുതം. ഇതുവരെയും ഒരു വിഷയങ്ങൾ അവർ തമ്മിലില്ല. അങ്ങനെ കടന്നു വന്നു, അവരെ ആദരിച്ചു, അവിടെ ഭക്ഷണങ്ങളുണ്ടായിരുന്നു, എല്ലാം കഴിഞ്ഞു. ലാസ്റ്റ് ഇതുപോലെ ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടി സമയത്ത് ചോദിച്ചു, അവർ നൽകി. അപ്പോൾ ചോദിച്ചു, ഇത്രയും കാലം നിങ്ങൾ മാതൃകാ ദമ്പതികളായിട്ട് നിന്നു, എന്താണ് ഇതിൻ്റെ രഹസ്യം? അപ്പോൾ അവർ പറഞ്ഞു, കല്യാണം കഴിഞ്ഞ ആദ്യ രാത്രിയിൽ തന്നെ ഞങ്ങൾ പരസ്പരം മനസ്സിലാക്കി. അപ്പോൾ ചോദിച്ചു, അത് എങ്ങനെയാണ് മനസ്സിലാക്കിയത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഭയങ്കര കോപമാണെന്നും അവൾക്ക് അതിനേക്കാൾ കോപമാണെന്നും ഞങ്ങൾ പരസ്പരമാക്കി. അപ്പോൾ നിങ്ങൾ എന്ത് സൊല്യൂഷൻ അതിന് ചെയ്തു? അപ്പോൾ ഞങ്ങളൊരു തീരുമാനം എടുത്തു. അവൾ ദേഷ്യപ്പെടുന്ന സമയത്ത് ഞാൻ ഇറങ്ങി പുറത്തേക്ക് പോകും, ഞാൻ ദേഷ്യപ്പെടുന്ന സമയത്ത് അവൾ ഇറങ്ങി പുറത്തേക്ക് പോകും. അത് നല്ലൊരു ഐഡിയ. അങ്ങനെ ഞങ്ങളൊരു തീരുമാനം എടുത്തു. അപ്പോൾ ഉടനെ അദ്ദേഹം ചോദിച്ചു, അങ്ങനെ ഒരു അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ അതിനുള്ള മറുപടി അദ്ദേഹം പറഞ്ഞത്, ഞങ്ങളിൽ ഒരാൾ എല്ലാ സമയത്തും പുറത്ത് തന്നെയാണ്. അപ്പം അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഞങ്ങൾ മുന്നോട്ട് പോയി എന്ന് പറയുന്നതിനേക്കാൾ കുറച്ചുകൂടെ പ്രശ്ന സങ്കീർണമായെന്ന് വെച്ചാൽ ദാരിദ്ര്യവും ബുദ്ധിമുട്ടും ഭാരങ്ങളൊക്കെ വരുന്ന സമയത്ത് 3 മക്കൾ അത് ഒരു കുഞ്ഞുങ്ങളായിരിക്കുന്നു. അല്ല അങ്ങനെയുള്ള ഓരോ ഘട്ടങ്ങളിലൊക്കെയും അവരുടെ പരാതികളും പരിഭവങ്ങളും, അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ചെല്ലുന്ന സമയത്ത് മറ്റു പല വിഷയങ്ങളുമായി നമ്മൾ കയറി ചെല്ലുന്നു. അപ്പോൾ ഇങ്ങനെ ആ സമ്മിശ്ര വികാരങ്ങളിൽ ഉണ്ടാകുന്ന ചില ഉരസലുകളൊക്കെ അത് അധികം സമയത്തേക്ക് നീണ്ടു നിന്നിട്ടില്ല. ഇയാൾ ഒരു ദിവസം പോലും അവളുടെ വീട്ടിൽ പോയിട്ട് ഇന്ന് വരെ ഒറ്റയ്ക്ക് വിട്ട് താമസിക്കാനായിട്ട് ഈ 41 വർഷത്തിനിടയ്ക്കും ഇടയുണ്ടായിട്ടില്ല. ഞങ്ങൾ ഒരുമിച്ച് തന്നെയായിട്ടുണ്ട്. ഇനി എന്താണ് പാസ്റ്ററുടെ ഭാവി പദ്ധതികളൊക്കെ? ഇത്രയും നാളത്തെ സുവിശേഷ അനുഭവങ്ങളുണ്ട്, അതോടൊപ്പം ഇനി എന്തൊക്കെ പദ്ധതികളാണ് ദൈവം തരുന്ന ശിഷ്ടമുള്ള ആയുസ്? ഏതൊക്കെ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്? എന്തെങ്കിലും പുതിയ വിഷനുകളോ പദ്ധതികളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടോ? ഇനി പദ്ധതികൾ ചെയ്യാന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എനിക്ക് 67 വയസ്സിലെത്തിയിരിക്കുകയാണ്. 67 വയസ്സുണ്ട്. ഇപ്പോൾ തന്നെ ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്നത് ക്രൈസ്റ്റ് ഫയർ മിഷൻ എന്ന് പറഞ്ഞ ഒരു ചെറിയ ഒരു സംഘടന, എന്ന് വെച്ചാൽ ഞങ്ങൾ ഒരു ചെറിയ പ്രസ്ഥാനമാണ്. അപ്പോൾ അതിൻ്റെ ഡയറക്ടർ ജേക്കബ് പി മാത്യു എന്ന് പറയുന്ന ഒരു ദൈവാസൻ. അദ്ദേഹം മസ്കറ്റിലാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ അവിടെ ജോലി ചെയ്യുന്നു. അദ്ദേഹത്തിന് എൻ്റെ ഭാര്യയുടെ ജോലി ചെയ്യുന്ന ആ കിട്ടുന്ന മുഴുവൻ പൈസയും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ചിലവഴിക്കുന്ന ഒരു കാഴ്ചപ്പാട് ഉള്ളൊരു മനുഷ്യനാണ്. 2017 മുതൽ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെയാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ മൂവാറ്റുപുഴയ്ക്കടുത്ത് കായനാട് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് സ്ഥലം വാങ്ങിച്ച് അവിടെ ഒരു പ്രവർത്തനമുണ്ട്. ആ പ്രവർത്തനം ഒത്തിരി ആളുകളെ പല ഭാഗങ്ങളിൽ നിന്നൊക്കെ കൊണ്ടുവന്ന് അവരെ കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്ത് അയക്കുക എന്നുള്ളൊരു ശുശ്രൂഷയാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊന്ന്. പിന്നെ സ്വന്തമായ താല്പര്യം എന്ന് പറയുമ്പോൾ ഒറ്റയ്ക്ക് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമോ അല്ലെങ്കിൽ മറ്റൊന്നും അല്ലല്ലോ. എങ്കിലും കർത്താവ് എന്ത് ഏൽപ്പിച്ചാലും അത് വിശ്വസ്തയോടുകൂടി ചെയ്തെടുക്കുക. ശേഷിക്കുന്ന നാളുകൾ ഞങ്ങളുടെ ജീവിതം ഒരു അനുഭവ സാക്ഷ്യമാക്കി മാറ്റി അനേകരെ ക്രിസ്തുവിന് വേണ്ടി ആദായപ്പെടുത്തുക. അത് ഏത് വിധേനയെങ്കിലും അതിനു വേണ്ടിയിട്ട് നിൽക്കുക എന്നുള്ളൊരു താല്പര്യമാണ് ഞങ്ങൾക്ക് ഇനിയുള്ളത്. അതിപ്പോൾ ഞങ്ങൾ സ്വസ്ഥമാണ്. മകൾ വിവാഹം കഴിച്ചു. അവരവരുടെ കുടുംബമായിട്ട് അവർ നിൽക്കുന്നു. ഒരു മോൻ അവൻ വിവാഹം കഴിച്ചിരിക്കുന്നത് അങ്കമാലിക്കടുത്ത് തുറവൂരുന്നൊരു സ്ഥലത്താണ്. അവൻ ജോലിക്ക് പോകുന്നു. വെള്ളിയാഴ്ച വരും, ഞായറാഴ്ച അവൻ പോകും. അവൻ്റെ കുഞ്ഞ് പഠിക്കുന്നത് അവൻ്റെ ഭാര്യ വീടിനോട് ചേർന്നുള്ള സ്കൂളിലാണ്. ഇളയ മകൻ അവൻ പുറത്തായിരിക്കുന്നു, അവരവിടെയാണ്. പിന്നെ ഞങ്ങളാണ് 2 പേരാണ് ഉള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന സമയങ്ങളിലൊക്കെയും
കർത്താവിൻ്റെ ശുശ്രൂഷകൾക്ക് വേണ്ടി പോവുക, ആവും വിധത്തിൽ അധ്വാനിക്കുക, ഞങ്ങളുടെ സമാന വീക്ഷണമുള്ള ആളുകളുമായി കൂടി നിൽക്കുക, അവരുമായി കൈ കൊടുക്കുക, ഇതൊക്കെയാണ് ഇങ്ങനെയുള്ള താല്പര്യങ്ങൾ. ഇനിയിപ്പോൾ എത്ര നാൾ കർത്താവ് തരുന്നുവോ ആ തരുന്ന ബലം ശക്തിയൊക്കെ കർത്താവിന് വേണ്ടി വിനിയോഗിക്കാനായിട്ട് ദൈവത്തിൽ ആശ്രയിക്കുന്നു. ഓക്കെ, നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. പാസ്റ്റർ പ്രാർത്ഥിക്കാം. സ്തോത്രം. കരുണാസമ്പന്നനായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ അഭിഷക്തൻ കർത്താവെ കടന്നു വന്നു ഞങ്ങളുടെ ജീവിതാനുഭവങ്ങളെ ഇപ്രകാരം അത് ജനത്തെ അറിയിക്കണമെന്ന് തൻ്റെ ഹൃദയത്തിൽ ദൈവം കൊടുത്ത ഒരു നിയോഗം, അതിന് പ്രകാരം ഞങ്ങൾ ഒരുമിച്ച് ഇപ്രകാരം കൂടുവാനൊക്കെയും സാവകാശങ്ങൾ ഒരുക്കി. കർത്താവ് ജീവിതത്തിൽ ചെയ്തത് ഒട്ടനവധിയുണ്ട്. എങ്കിലും ഹ്രസ്വമായി ഞങ്ങൾ ഓർമ്മയിൽ വന്നതൊക്കെയും പരസ്പരം പങ്കുവെക്കാൻ ഇടയായിത്തീർന്നു. കർത്താവെ, ഇത് അനേകർക്ക് ഞങ്ങളുടെ ഈ ജീവിത സാക്ഷ്യം പ്രയോജനകരമായി തീരണം. കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ വിശാലതയ്ക്ക് വേണ്ടി അനേകർ ഇത് മുഖാന്തരം എഴുന്നേൽപ്പാനിടയായിത്തീരണം. കർത്താവ് തരുന്ന നാളുകളിലൊക്കെയും ആ ദൈവരാജ്യത്തിൻ്റെ വിസ്തൃതിക്ക് വേണ്ടി ഇനിയും ഏറെ അധ്വാനിക്കാനൊക്കെയും ബലതരണം. അതോടൊപ്പം കർത്താവെ, ഈ മിനിസ്റ്റർ ചെയ്യുന്ന ദൈവദാസനെ, തൻ്റെ ശുശ്രൂഷകളെ, എല്ലാ പ്രവർത്തനങ്ങളെയും സ്വർഗം മാനിക്കണം. ഇതുപോലെ അറിയപ്പെടാതെ ഗ്രാമാന്തരീക്ഷങ്ങളിൽ കിടക്കുന്ന അനേകരെ അവരെ കണ്ടെത്തി അവരുടെ ജീവിത സാക്ഷ്യങ്ങളും അനുഭവങ്ങളും ജനമധ്യത്തിലെത്തിക്കുമ്പോൾ കർത്താവെ, അതൊരു വലിയ പ്രവൃത്തിയാണല്ലോ. കർത്താവ് തൻ്റെ ദാസനെ അനുഗ്രഹിക്കണം. തൻ്റെ കുടുംബത്തെ, തൻ്റെ ശുശ്രൂഷകളെ, എല്ലാ പ്രവർത്തന മേഖലകളെയും ആത്മീകമായും സാമ്പത്തികമായും, അതുപോലെ കർത്താവെ ഏതെല്ലാം താല്പര്യങ്ങൾ തൻ്റെ ഹൃദയത്തിലുണ്ടോ അതൊക്കെയും മാനിക്കുന്ന ആ ദൈവപ്രവൃത്തിക്ക് വേണ്ടി ഒരുക്കിയെടുക്കണം. യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക. ഞാൻ നിൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളെ നിനക്ക് തരും എന്നാണല്ലോ വാക്യം. ആ വാക്യത്താൽ കർത്താവിൻ്റെ ദാസനെയും അനുഗ്രഹിക്കുന്നു. ഞങ്ങൾ പരസ്പരം ഞങ്ങൾക്ക് നൽകിയ ഈ നല്ല കൂട്ടായ്മയ്ക്ക് സ്തോത്രം ചെയ്യുന്നു. ഇതിന് മുഖാന്തരം ഒരുക്കിയ സർവശക്തന് സർവ്വമാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ.